അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ ഷീബ സ്റ്റാൻലിയാണ്. കർത്താവിൻ്റെ ദാസിയെ ഒരു വാക്കിൽ പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ദീർഘവർഷങ്ങൾക്ക് മുൻപ് കൊല്ലം ജില്ലയിൽ അഞ്ചലിനടുത്ത് ഐലറ IPC സഭയുടെ ശുശ്രൂഷകരായി എൻ്റെ ഭാര്യാപിതാവ് കർത്താവിൻ്റെ വേലയിലായിരിക്കുമ്പോൾ എൻ്റെ വിവാഹം ആ സഭയോടുള്ള ബന്ധത്തിൽ നടത്തപ്പെടുന്ന സമയത്ത് വാത്സല്യ സഹോദരി ഷീബയെ കാണുവാൻ, പരിചയപ്പെടുവാൻ, ആ വാത്സല്യ മാതാപിതാക്കന്മാരോട് ഒരുമിച്ചുള്ളതായ കൂട്ടായ്മകളൊക്കെ ലഭിക്കുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. വർഷങ്ങൾക്ക് ശേഷം ഈ പ്രിയ സഹോദരിയോട് ഒരുമിച്ച് ഇങ്ങനെ ഒരു അവസരം കർത്താവ് തന്നതോർത്ത് ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. തുടർന്ന് നമുക്ക് ഏവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ പ്രിയ സഹോദരിയുടെ സാക്ഷ്യം നമുക്ക് ഏവർക്കും കേൾക്കുകയും കാണുകയും ചെയ്യാം. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായി സാക്ഷ്യം പ്രേക്ഷകർക്ക് അനുഗ്രഹമായി തീരും എന്നുള്ള കാര്യത്തിന് രണ്ട് പക്ഷമില്ല. ആകിയാൽ നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണിയോട് നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്ക് പങ്കുകൊള്ളാവുന്നതാണ്. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ ഷീബ സ്റ്റാൻലിയെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചോളൂ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഈ അരോമ ടിവിയിലൂടെ എൻ്റെ അനുഭവ സാക്ഷ്യം പങ്കുവെക്കുവാൻ എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിന് ഒരുക്കി തന്ന വിലയേറിയ അവസരത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു. ഇതിന് അവസരം ഒരുക്കി തന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഡാനിയൽ ജോൺ അവർക്ക് എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ അരോമ ടിവിയിലൂടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. എന്നെ ഇതിനകത്ത് പരിചയപ്പെടുത്തിയത് ഞങ്ങൾക്കൊരു പ്രെയർ ഗ്രൂപ്പ് ഉണ്ട്, സഹോദരി കുടുംബം. ആ കുടുംബത്തിലെ മജി എന്ന് പറഞ്ഞ സഹോദരിയാണ് എന്നെ ഇങ്ങനെ ഇതിനകത്ത് പരിചയപ്പെടുത്തിയത്. ഇന്ന് പകൽക്കാലം എൻ്റെ അനുഭവങ്ങളെ പങ്കുവെക്കുവാൻ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഒരുക്കിയ വിലയേറിയ അവസരത്തിനാണ് എൻ്റെ ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുക. അനേക അനുഭവങ്ങളിൽ കൂടെ കർത്താവ് ഇത്രത്തോളം നടത്തിക്കൊണ്ടുവന്നു. സ്തോത്രം. എൻ്റെ പേര് ഷീബ സ്റ്റാൻലി. ഞങ്ങൾ കുടുംബമായി കർത്താവിന്റെ വേലയിൽ ജാർഖണ്ഡിലായിരിക്കുന്നു. എനിക്ക് 2 പെൺകുഞ്ഞുങ്ങൾ. ഒരാള് മൂത്തയാള് സോനാമോൾ, അവള് ജാർഖണ്ഡിൽ MCOM ചെയ്യുന്നു. ചെറിയ ആള് ബാംഗ്ലൂർ BSc നഴ്സിംഗ് പഠിക്കുന്നു. ഇവിടെ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് നോർത്ത് ഇന്ത്യയില് മധ്യപ്രദേശില്, വെസ്റ്റ് ബംഗാൾ, ഒറീസ ഇവിടങ്ങളിൽ മിഷൻ ഫീൽഡുകളുണ്ട്. ദേവദാസൻ എല്ലാ മാസവും അവിടെ പോയി ബൈബിൾ സ്റ്റഡി നടത്തുന്നു. അതുപോലെ എൻ്റെ സ്വദേശം കൊല്ലം ജില്ലയിൽ അഞ്ചൽ എന്ന ഐലറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാനൊരു പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. ഞങ്ങളുടെ വീട്ടിൽ എനിക്ക് 3 സഹോദരങ്ങൾ. ഞങ്ങൾ 4 പേരും കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. സ്തോത്രം. അനേകം കഷ്ടങ്ങളിൽ കൂടിയാണ് ഞങ്ങള് കടന്നു വന്നത്. എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ പപ്പായും എൻ്റെ അമ്മയും പപ്പയുടെ കുടുംബത്തിൽ നിന്ന് ഒറ്റയ്ക്കാണ് വിശ്വാസത്തിൽ വന്നത്. ആ സന്ദർഭങ്ങളിലൊക്കെ വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. കഷ്ടതയുടെ, പട്ടിണിയുടെ ഒക്കെ അനുഭവങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. എങ്കിലും അതിന്റെ നടുവിലും മാതാപിതാക്കൾ ഞങ്ങൾക്ക് 4 പേർക്കും വചനം തന്ന് ഓരോ ദിവസവും എന്ന് വെച്ചാൽ ആ കഷ്ടതയുടെ നടുവിലും എൻ്റെ അമ്മ ഞങ്ങളെ ഓരോ വചനം പഠിപ്പിക്കുമായിരുന്നു. എന്നിട്ട് അത് രാവിലെ ആവുമ്പോൾ സൺഡേ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അമ്മ ഏത് ജോലി ചെയ്യുന്നു അമ്മയുടെ പുറകെ നടന്ന് ഞങ്ങൾ ഇത് പറഞ്ഞു കേൾപ്പിക്കണം. അപ്പൊ ഇത് അമ്മ കേൾക്കും. എന്നിട്ടാണ് ഞങ്ങൾ സൺഡേ സ്കൂളിന് പോയി വാക്യം പറയുന്നത്. അങ്ങനെ 4 പേരെയും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. എൻ്റെ മൂത്ത സഹോദരൻ ആദ്യ സമയങ്ങളിൽ, വിവാഹം കഴിഞ്ഞ സമയങ്ങളിൽ ജോലിയോടുള്ള ബന്ധത്തിൽ കോയമ്പത്തൂരൊക്കെ ആയിരുന്നു. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്വസ്ഥത ഇല്ലാത്ത, എന്ന് വെച്ചാൽ ഒരു സമാധാനം ഇല്ലാത്ത ഒരു അനുഭവങ്ങളിൽ കൂടെ ഒക്കെ കടന്നുപോയി. പക്ഷേ കർത്താവ് അവർക്ക് തലമുറയില്ലാതെ 7 വർഷം ഭാരപ്പെട്ടു. 7ാമത്തെ വർഷമായപ്പോൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എന്ന് സമർപ്പിച്ചോ, കർത്താവിന്റെ നാമത്തിന് വേണ്ടി എന്ന് ഇറങ്ങിയോ, വചനം പഠിക്കാനായിട്ട് ബൈബിൾ കോളേജിൽ പോയി ആ വർഷം കർത്താവ് കുഞ്ഞിനെ കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇപ്പൊ 3 കുഞ്ഞുങ്ങൾ എൻ്റെ സഹോദരനുണ്ട്. വലിയ അത്ഭുതം അവരുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്തു. എൻ്റെ ബാല്യകാല അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കുടുംബ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോകും. അതൊരു ഏത് എക്സാം ആയാലും ഏത് കഷ്ടമായാലും എത്ര നടന്നാണേലും ഞങ്ങളെ 4 പേരെയും എല്ലാ കോട്ടേജ് മീറ്റിങ്ങുകൾക്കും പപ്പായും അമ്മയും കൊണ്ടുപോകായിരുന്നു. അപ്പം
ഞങ്ങളുടെ വീടുകളിലൊക്കെ വളരെ പ്രയാസങ്ങൾ, പട്ടിണിയൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഞാന് ആദ്യം ചെല്ലുന്ന സന്ദർഭങ്ങളിൽ നോക്കുന്നത് ആ വീട്ടിൽ ഇല വെട്ടി വെച്ചിട്ടുണ്ടോ. അന്ന് രാത്രി ഇല കണ്ടു കഴിഞ്ഞാൽ അവിടെ ഉറങ്ങാതിരിക്കും. കാരണം അവിടുന്ന് ഭക്ഷണം തരും. ആ അത് കഴിക്കാൻ വേണ്ടി മാത്രം പോകുന്ന എന്നുവെച്ചാൽ നമുക്കറിയില്ല അതെങ്ങനെയാ. പ്രാർത്ഥനയുടെ ആ മാഹാത്മ്യം കൊണ്ടല്ല, ഭക്ഷണം കഴിക്കാമെന്നുള്ള രീതിയിലാണ് പോകുന്നത്. ചെറുപ്രായമാ. വളരെ സന്തോഷത്തോടെ ഞാൻ ഉണർന്നിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഞങ്ങൾ 4 പേരെയും അങ്ങനെ പപ്പായും അമ്മയും വളർത്തി. 4 പേരും ഇന്ന് ദൈവത്തിന്റെ കൃപയാൽ വിവിധ ഇടങ്ങളിൽ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എൻ്റെ 22ാമത്തെ വയസ്സിൽ എൻ്റെ വിവാഹം കഴിഞ്ഞു. എൻ്റെ വിവാഹം എനിക്ക് ആലോചിക്കുന്ന സമയത്ത് എന്നെ കാണാൻ വന്ന സമയത്ത് എന്നോട് പറഞ്ഞു, ഞാൻ ഒന്നുകിൽ കുഷ്ഠരോഗികളുടെ ഇടയിൽ അല്ലെങ്കിൽ ട്രൈബൽസിനിടയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതിന് സമ്മതമാണെങ്കിൽ മാത്രമേ വിവാഹത്തിന് സമ്മതിക്കാവൂന്ന് പറഞ്ഞു. ഞാനൊന്നും നോക്കിയില്ല. അതെ, ഞാൻ സമ്മതമാണെന്ന് പറഞ്ഞു. അതിനു മുമ്പ് എൻ്റെ കർത്താവിന്റെ സന്നിധി പ്രാർത്ഥിക്കുമായിരുന്നു. കർത്താവേ, എന്നെ കാണാൻ ഒറ്റ ചെറുക്കനെ വരാവൂ. ഇങ്ങനെ ഞാനെല്ലാം എൻ്റെ കർത്താവിനോട് ഇങ്ങനെ പറയുമായിരുന്നു. ഉപവസിക്കും, പ്രാർത്ഥിക്കും. അപ്പൊ എനിക്ക് 22 വയസ്സാണ്. അങ്ങനെ കർത്താവ് എനിക്ക് ഈ ഒരാൾ മാത്രമേ വന്നിട്ടുള്ളൂ. ഞാനതിന് സമ്മതിച്ചു. അങ്ങനെ ഞങ്ങൾ 2002 മെയ് 25-ാം തീയതി എൻ്റെ വിവാഹം കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ട്രൈബൽ മിഷൻ എന്നുള്ള സംഘടനയോടുള്ള ബന്ധത്തില് 2002 സെപ്റ്റംബർ മാസം 11-ാം തീയതി വയനാട്ടില് കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ കടന്നുപോയി. ഒന്നുമേ അറിയില്ല ആദിവാസികളുടേതായ ജീവിത ശൈലികള്. എൻ്റെ ചെറുപ്രായം വളരെ കഷ്ടതയുടെ നടുവിൽ കൂടെ കടന്നു പോകാനായിട്ട് ഇടയായി തീർന്നു. എന്നുവെച്ചാൽ അത് എന്നെ ക്രിസ്തുവിൽ തികഞ്ഞവളാക്കി തീർത്ത അവിടുത്തെയൊക്കെ അനുഭവങ്ങളാണ്. എന്നെ ഒത്തിരി കർത്താവ് പഠിപ്പിച്ചു. കാര്യം അവർക്കൊന്നും അറിയില്ല, എഴുതാൻ അറിയില്ല, വായിക്കാൻ അറിയില്ല, ഒന്നും അറിയില്ല. നമ്മളെ എന്ത് കുഞ്ഞുങ്ങൾക്ക് ABCD അല്ലെങ്കിൽ ഈ പറഞ്ഞു കൊടുക്കുന്നു അതുപോലെ അവരെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച് യേശു ആരാന്ന് പഠിപ്പിച്ച് വേണം അവരെ വളർത്തിക്കൊണ്ടുവരിക. അങ്ങനെ ആദ്യം ഞങ്ങൾ ചെല്ലുന്നത് ഒരു ചർച്ചിലേക്കാണ്. ഒരു 4 വർഷം അവിടെ ഞങ്ങൾ ഇരുന്നു. അവിടെ ചെന്ന് ഞങ്ങളിലൊക്കെ അയൽവക്കക്കാരാരുമില്ല. കൊടും കാട്, കരണ്ടില്ല, ഒന്നുമില്ല. സന്ധ്യ ഒരു 6 മണി കഴിഞ്ഞാൽ ആ റോഡിൽ കൂടെ ഒരു മനുഷ്യൻ പോകത്തില്ല. കാര്യം ആനയുടെ ശല്യമുണ്ട്. രാത്രിയിലൊക്കെ ഞങ്ങൾക്ക് ഉറങ്ങാൻ കഴിയാതെ ഞങ്ങളുടെ മതിലൊക്കെ ഇടിച്ചു പൊളിച്ച് ആന നമ്മുടെ കോമ്പൗണ്ടിനകത്ത് കയറും. ഭയന്ന് വിറങ്ങലിച്ച് കഴിച്ച അനുഭവങ്ങൾ. അന്ന് ഫോണില്ല, അന്നെല്ലാം കത്തിലൂടെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അങ്ങനെ അവിടെ 4 വർഷത്തോളം കർത്താവിന്റെ വേലയിലായിരിക്കാൻ കർത്താവ് സഹായിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ അനേക കോളനികൾ എന്നൊക്കെ പറഞ്ഞാൽ ഉൾക്കാടുകളിലാ. മണിക്കൂറുകൾ നടങ്ങുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഭവനത്തിൽ ചെല്ലാൻ പറ്റത്തുള്ളൂ. വലിയ മലകൾ കയറുന്ന സമയത്ത് നമ്മുടെ കാലിന്റെ മുട്ടിങ്ങനെ താടിയിലിടിക്കുന്ന രീതിയിലുള്ള കുന്നുകളാണ്. അവിടെ വെച്ച് ഞങ്ങളിങ്ങനെ കടന്നു പോകുമ്പോൾ ചിലപ്പം ഭക്ഷണമൊന്നും കാണത്തില്ല. കാടുകളിൽ കൂടുമ്പോൾ കാട്ടുമാങ്ങ ഇഷ്ടം പോലുള്ള സമയം. ആ കാട്ടുമാങ്ങ പറക്കി തിന്ന് ഇങ്ങനെ പോകും. അല്ലെങ്കിൽ കാട്ടുനെല്ലിക്ക കിട്ടും. അങ്ങനെ അതൊക്കെ പറക്കി തിന്നാണ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിൽ അവിടെയുള്ള അമ്മച്ചിമാർ, 75-80 വയസ്സുള്ള അമ്മച്ചിമാരാണ് ഈ ആദിവാസികളായിട്ടുള്ള അമ്മച്ചിമാരാ ഞങ്ങൾക്ക് കൂട്ടിന് വരുന്നത്. അപ്പോൾ അവർക്ക് അവരുടേതായ ഭാഷ വേറെയാ. ഓരോ ഗോത്രത്തിനും ഓരോ ഭാഷയുണ്ട്. കർത്താവ് എന്നെ 1-2 ഗോത്രക്കാരുടെ ഭാഷ പഠിക്കാനായിട്ട് കർത്താവ് എനിക്ക് കൃപ ചെയ്തു. അവരുടെ ഇടയിൽ അവരുടെ ഭാഷ പറഞ്ഞ് അവരോടൊപ്പം സന്തോഷിച്ച് അവരുടെ ഭക്ഷണം കഴിച്ച് അവരോടൊപ്പം ഇങ്ങനെ യാത്ര ചെയ്യും. പോകുന്ന സമയത്ത് ചിലപ്പോൾ രാവിലെ പോകുമ്പോൾ അല്പം അരി, അന്നൊക്കെ റേഷൻ അരി അടുപ്പ് ഇട്ടിട്ട് പോകും. പോയിട്ട് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ അത് വെന്തളിഞ്ഞ് വല്ലാത്ത ഒരു പരുവായിരിക്കും. എന്നാലും ഈ അമ്മച്ചിമാരെന്റെ കൂടെ അവരുടെ ഒരു കൊച്ചുമോളെ പോലെ എന്നെ കരുതി അവരെന്റെ കൂടെ നിൽക്കും. എന്നിട്ട് അവർ പോയില്ല, നമ്മുടെ വീട്ടിൽ തന്നെ തങ്ങും. പോകാൻ അവർക്ക് പറ്റില്ല. സന്ധ്യയാൽ ആനയുടെ പ്രയാസം, ആനയുള്ള ഇറങ്ങുന്ന കാരണം അവർക്ക് പോകാൻ കഴിയത്തില്ല. ഈ അമ്മച്ചിമാർ എൻ്റെ കൂടെ തന്നെ നിൽക്കും. അങ്ങനെ ആ ഒരു 4 വർഷം ഞാൻ കർത്താവിന് വേണ്ടി അവിടെ പ്രയോജനപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. അനേകര് കർത്താവിനെ അറിയാനായിട്ട് ഇടയായി തീർന്നു. അവിടെ വെച്ചാണ് എൻ്റെ മൂത്ത കുഞ്ഞ് എനിക്ക് ഉണ്ടാകുന്നത്. അവള് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്തൊക്കെ നല്ലൊരു ഭക്ഷണം കഴിക്കാൻ വളരെ ആഗ്രഹിച്ച സന്ദർഭങ്ങളുണ്ടായിരുന്നു. അവസാനം ഞാന് അവിടെ പുളിമരങ്ങൾ ഇഷ്ടം പോലുള്ള സ്ഥലമാണ്. പുളി പറക്കി എൻ്റെ ഡ്രസ്സിന്റെ പോക്കറ്റിലൊക്കെ ഇട്ട് ആരും കാണാതെ ഇതൊക്കെ തിന്ന് ഉപ്പും കുട്ടിയൊക്കെ കഴിച്ച്. ഇത് അന്ന് പേരൻസിനോടൊക്കെ പറയാനൊന്നും ഉള്ള അവസരങ്ങളില്ല. അല്ലെ അമ്മ, എനിക്ക് എന്നും രാവിലെ ഇറങ്ങിയിരുന്ന് ഞാൻ കരയും. എനിക്കിത് വേണം, അത് വേണം.
അമ്മയെ കാണണം എന്നുള്ള ആഗ്രഹം. കേരളത്തിലാണെങ്കിൽ പോലും വയനാട്ടിൽ നിന്ന് കൊല്ലത്തേക്കൊക്കെ പോകാൻ വളരെ വർഷങ്ങൾ ഒരു വർഷമൊക്കെ കൂടി ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ ഈ പോകുന്നത്. 12-13 മണിക്കൂർ യാത്ര. അപ്പോ വണ്ടിക്കൂലി കാണില്ല, നമുക്ക് തുച്ഛമായ സപ്പോർട്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞില്ല. നാട്ടിലൊക്കെ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ഞങ്ങൾ പോയില്ല. കാര്യം ഞങ്ങൾക്ക് കർത്താവിന്റെ വേലയാണ് വലുത്. അച്ഛനെ സംബന്ധിച്ച് അച്ഛൻ ഒറ്റയ്ക്കാണ് വിശ്വാസത്തിലുള്ളത്. ഇന്നും അത് തന്നെയാണ്. കർത്താവ് ആ ഒരു ഇതുണ്ടായതുകൊണ്ട്, ആ കർത്താവിന്റെ വേലയുടെ മഹത്വം മനസ്സിലാക്കിയത് ഞങ്ങൾ പോകാതെ അവിടെ ഏത് സാഹചര്യം വന്നാലും അവിടെ തന്നെ പിടിച്ചു നിന്നു. ഞാൻ എൻ്റെ ഡെലിവറി സമയത്താണ് പിന്നെ ഞാൻ നാട്ടിലേക്ക് പോകുന്ന സന്ദർഭങ്ങളിലൊക്കെ ഞാൻ പോകുന്നതിന്റെ അന്ന് രക്ഷിക്കപ്പെട്ട സഹോദരങ്ങളുണ്ട്. ഞാൻ ഇന്ന് എന്നെ പ്രാർത്ഥിച്ചു വിടാനായിട്ട് അവിടെയുള്ള കോളനിക്കാർ മുഴുവൻ വന്നപ്പോ അതിനകത്തൊരു അമ്മച്ചി, അപ്പൊ അവരെ കൊണ്ട് ഒക്കുന്ന സാമ്പത്തികം എന്ന് പറഞ്ഞാൽ 10 രൂപ, 15 രൂപ, 20 രൂപ, 100 രൂപ, അതൊക്കെ ഞങ്ങൾക്കത് ഭയങ്കര വലിയ തുകയാണ്. ഇതൊക്കെ തന്ന് എന്നെ യാത്ര അയക്കുന്നത്. അപ്പൊ ഒരു അമ്മച്ചി വന്നിട്ട് എന്റെ കയ്യിൽ ചില്ലറ പൈസകൾ തന്നിട്ട് പറഞ്ഞു, അമ്മാമ്മേ ഇതേ ഉള്ളൂ എനിക്ക് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല അമ്മച്ചി, എനിക്ക് ഇതെനിക്ക് അമ്മച്ചി തരുന്നത് എനിക്ക് ഭയങ്കര വലുതാ. കാര്യം അമ്മച്ചി രക്ഷിക്കപ്പെട്ട അമ്മച്ചി ഒന്നുമല്ല, ഒരു ഹിന്ദുവായ ഒരു അമ്മച്ചിയാ, അവരുടെ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരു അമ്മച്ചി. അന്ന് അമ്മച്ചി രക്ഷിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തന്ന അമ്മച്ചിയുടെ പേര് പേമ്പി എന്നാ, മരിച്ചുപോയി. അമ്മച്ചി ഞാനത് തുറന്നു നോക്കി, ഞാനത് വീട്ടിൽ കൊണ്ട് തുറന്നു നോക്കുമ്പോൾ 7 രൂപയുണ്ട്. അതിന്റെ ജീവിതത്തിൽ എന്നെ ഭയങ്കരമായിട്ട്, അത് എനിക്ക് 7,000 അല്ല, അത് വലിയൊരു അനുഭവമായിരുന്നു. ആ മാതാവ് രക്ഷിക്കപ്പെടുവാനിടയായി, ആ മാതാവിന്റെ മക്കളെല്ലാം രക്ഷിക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു ശുശ്രൂഷയുടെ ആദ്യ പ്രാരംഭ സമയങ്ങളിലെ അനുഭവങ്ങൾ വലിയ ഒരു വിടുതലായിരുന്നു. ആ ചേകാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് അനേകരെ കർത്താവിലേക്ക് നേടുവാനായിട്ട് കർത്താവിനെ സഹായിച്ചു. അതിനുശേഷം 4 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തന്നെ തീരുമാനമെടുത്തു, ഞങ്ങൾക്ക് പുതിയ വർക്ക് ട്രൈബൽസിൽ തന്നെ പണിയർ എന്ന് പറഞ്ഞ വിഭാഗത്തിന്റെ ഇടയിൽ പോയി വർക്ക് ചെയ്യണം. ഇവരെ ഞങ്ങളിപ്പം ചർച്ചിലിരുന്നതിനേക്കാളും കുറെ കൂടെ താഴ്ന്ന ഇതിലുള്ളവരാണ്. അവിടെ പോയി വർക്ക് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായി. ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക്, വയനാട്ടിൽ തന്നെ വേറൊരു സ്ഥലത്തേക്ക് അവിടുന്ന് മാറി. അവിടെ പോയി ഒരു വാടകയ്ക്ക് വീടൊക്കെ എടുത്ത് അവിടെ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. അവിടെ അനേക ഇടങ്ങളിൽ പോയി സുവിശേഷം അറിയിക്കാനൊക്കെ കർത്താവ് സഹായിച്ചെങ്കിലും ആരും കടന്നു വരും. ഒരു 3 വർഷത്തോളം ആരും വരുന്നില്ല. കാര്യം ഭയങ്കര എതിർപ്പാണ്. ഇവരുടെ ഇടയിൽ നിന്നൊക്കെ വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാ. അപ്പോൾ ഞാൻ താമസിക്കുന്ന വാടക വീടിന്റെ കോമ്പൗണ്ടിൽ ഒത്തിരി പറമ്പുള്ള ഒരു വീടാ. അപ്പൊ അത് ഒറ്റപ്പെട്ട ഒരു വീടാ. അപ്പൊ ഈ പറമ്പിൽ ജോലിക്ക് വരുന്ന ഒരു ഗോപി എന്ന് പറഞ്ഞ ഒരു സഹോദരനുണ്ട്. ഈ സഹോദരൻ എന്നും അവിടെ പറമ്പ് കളയ്ക്കാനായിട്ട് വരുമ്പോൾ ഒരു ദിവസം ഞാൻ ഓർത്തു, ഒരു കട്ടൻ ചായ ഇട്ട് കൊടുക്കാമെന്ന് ഓർത്തിട്ട് ഒരു കട്ടൻ ചായ ഇട്ട് പുള്ളിയുടെ അടുത്ത് ചെന്നു. അപ്പൊ വീട്ടിൽ ആരുമില്ല. ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോ പറഞ്ഞു, എനിക്ക് 3 മക്കള്, ഒരു 3 ആൺപിള്ളേര്, ഭാര്യയുണ്ട്, പിന്നെ പുള്ളിക്കാരത്തിയുടെ അപ്പനമ്മ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് വീടില്ല. അവരെന്തായാലും ഈ സ്ഥലം വെട്ടിപ്പിടിച്ച് വീട് വെക്കാനായിട്ട് ഒരു മംഗളം എന്ന് പറഞ്ഞ ഒരു എസ്റ്റേറ്റിൽ അവിടെ കുടില് കെട്ടി താമസിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പൊ അതിനകത്ത് ഒരു സഹോദരനാണിത്. അപ്പം ഞാനിങ്ങനെ കർത്താവിനെ പറ്റി പറഞ്ഞു, ഈ കട്ടൻ ചായയൊക്കെ കൊടുത്തു. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടില് സൺഡേയിൽ ആരാധനയുണ്ട്, സമയമുള്ളപ്പം ഭാര്യയും കുഞ്ഞുങ്ങളെയൊക്കെ കൂട്ടി വാ എന്നിങ്ങനെ പറഞ്ഞു. പിറ്റേ ആഴ്ചയായപ്പോൾ സഹോദരൻ ഭാര്യയും മക്കളെയും കൂട്ടി വന്നു. എന്നിട്ട് അവർക്ക് ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു കൈലിയൊക്കെ കൊടുത്ത് 2005 കാര്യമാണ്. അപ്പൊ ഇങ്ങനെ നമ്മുടെ വീട്ടിൽ വന്നു. അവർ സ്ഥിരം വരാൻ തുടങ്ങി. അവരവരുടെ ദിവസവും അവർക്ക് ഏറ്റവും കൂടുതൽ മുറുക്കുന്ന ഒരു സ്വഭാവമുണ്ട്. പിന്നെ അങ്ങനെ മദ്യപിക്കത്തില്ലെന്ന് തോന്നുന്നു. അങ്ങനെ ഉള്ള ഒരു സ്വഭാവം. അവരെല്ലാവരും കുഞ്ഞു കുട്ടികൾ മുഴുവൻ ഇങ്ങനെ മുറുക്കുന്ന ഒരു അനുഭവം. അപ്പൊ അവരെല്ലാ ആഴ്ചയും വരാൻ തുടങ്ങി. ഞാനിവരെ ഇങ്ങനെ വചനങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുത്തു. അവര് കർത്താവിൽ ഉറയ്ക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഒരു 1-2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും അവരുടെ കോളനിയിൽ നിന്ന് കുറെ പേരല്ലാതെ ഇത് പറഞ്ഞും കേട്ടും അറിഞ്ഞും ഒക്കെ അങ്ങനെ വരാനായിട്ട് തുടങ്ങി. ഒരു ദിവസം ഞങ്ങൾക്കൊരു വൈകുന്നേരം ആയപ്പോൾ അച്ചച്ചന്റെ ഫോണിൽ ഒരു കോള് വന്നു. സാറേ, ഞങ്ങള് യേശുവിന്റെ പിന്നാലെ പോയി എന്നും പറഞ്ഞ് ഞങ്ങളെ കോളനിയിൽ നിന്ന് ഇറക്കി വിടുക, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. പെട്ടെന്ന് നമ്മൾക്ക് എന്ത് പറയണം? അവരെ കർത്താവിന്റെ നാമം പ്രതി അവരുടെ കോളനിയിൽ നിന്ന് അടിച്ചിറക്കുക. ഞങ്ങൾക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല. അച്ഛൻ ഒന്നും നോക്കിയില്ല, എന്നോട് ചോദിച്ചില്ല, ഒന്നുമില്ല. ഫോൺ കോൾ വരുമ്പോൾ ഞാനും അടുത്തുണ്ട്. അതിനെന്താ ഗോപി സഹോദരാ, ഉള്ള സാധനങ്ങളൊക്കെ എടുത്ത്
നിങ്ങൾ ഇങ്ങി പോരാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങള് താമസിക്കുന്ന ചെറിയൊരു വാടക വീടാണ്. അവിടെ അന്ന് കേരളത്തിലായപ്പോട്ടും വിറക് കത്തിക്കാനുള്ള ഇതൊന്നുമില്ല. കുഞ്ഞൊരു വീട്. 2 ബെഡ്റൂം ഉണ്ട്. ചെറിയ ഒരു സൗകര്യങ്ങളും ഇല്ല. പിന്നെ ഒരു ചെറിയ ഹാള്, അതിനകത്താ നമ്മള് പ്രാർത്ഥനയൊക്കെ നടത്തുന്നെ. അപ്പം ഒരു സന്ധ്യയായപ്പം ഒരു 2, 3 ചാക്കിനകത്ത് ഇവരുടെ പാത്രവും ഡ്രസ്സൊക്കെ ആയിട്ട് ഇവര് നമ്മുടെ വീട്ടിൽ വരാനായിട്ട് ഇടയായിത്തീർന്നു. അന്ന് ഒരു 1.5 വർഷം ഞങ്ങളുടെ കൂടെ ആ വീട്ടിൽ താമസിച്ചു. ആ വീട്ട് അപ്പോ ആ സമയങ്ങളിലാണ് കർത്താവ് ഞങ്ങളെ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് ഇടയായിത്തീർന്നത്. നമ്മള് കർത്താവിന് വേണ്ടി വില കൊടുക്കുമ്പോ അത് നമ്മള് ഒന്നുമില്ല എന്ന് വെച്ചാൽ നമ്മുടേതെല്ലാം അങ്ങ് നമ്മളില്ലാതായി തീരണമെന്ന് കർത്താവ് പഠിപ്പിക്കാനായിട്ട് ഇടയായിത്തീർന്നു. ഇവിടെ ഭയങ്കര നമ്മുടെ അടുക്ക് ചിട്ടകളെല്ലാം മാറ്റി വെക്കണം. കർത്താവ് പല പ്രാവശ്യം ഞങ്ങളോട് ഇടപെട്ട ഒരു ആത്മാവിന്റെ വില അത് സർവ്വ ലോകത്തെക്കാളും വിലയേറിയതാണെന്ന് മനസ്സിലാക്കാനായിട്ട് ഇടയായിത്തീർന്നു. സ്തോത്രം. അന്ന് ആ കുഞ്ഞുങ്ങള് 3 ആൺപിള്ളാരാ. എനിക്ക് 2 പെൺകുഞ്ഞുങ്ങള്, കുഞ്ഞു മക്കള്. എന്റെ കുഞ്ഞിന് പാല് മേടിക്കണമെങ്കിൽ ഞാൻ ഈ കുഞ്ഞുങ്ങൾക്കും മേടിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് അങ്ങനെ ഒറ്റ അടുക്കള എല്ലാ കാര്യങ്ങളും എന്റെ ഇളയ കുഞ്ഞിനൊക്കെ പാലൊന്നും കൊടുക്കാതെയാണ് ഞങ്ങൾ വളർത്തിയത്. കാര്യം ഈ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു വേർതിരിവ് കാണിക്കാൻ പറ്റില്ലല്ലോ. അത് കാരണം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പോലെ ആ കുഞ്ഞുങ്ങള് അവർ 5 പേര്, ഞങ്ങൾ 4, 9 പേര് ആ ഒരു വീട്ടില് 1.5 വർഷത്തോളം കഴിയാനായിട്ട് ഇടയായിത്തീർന്നു. അതിനുശേഷം അവർക്ക് അല്പം സ്ഥലമുണ്ടായിരുന്നു. അവിടെ ഒരു ചെറിയ ഒരു ഷെഡ് പോലെ ഒരു വീടുണ്ടാക്കി അവരെ അവിടെ പാർപ്പിച്ച് അവരെ കർത്താവിന് വേണ്ടി ഇപ്പോഴും നിൽക്കുന്നുണ്ട്. കർത്താവ് 3 ആൺകുഞ്ഞുങ്ങൾ അവർ നന്നായി പഠിച്ചു. നല്ല ഇതിലെത്തി. അങ്ങനെ അവിടുത്തെ സഭ വളരുവാനായിട്ട് ഇടയായിത്തീർന്നു. സ്തോത്രം. ഒത്തിരി അനേകര് ഞങ്ങൾ അവിടുന്ന് പോരുന്ന സമയത്ത് ഒരു 80 പേരോളം അവിടെ ഉണ്ട്. വളരെ പ്രതികൂലങ്ങളിൽ കൂടെ വളരെ എന്ന് വെച്ചാൽ ഞങ്ങളെ ഉപദ്രവിക്കാനായിട്ട് പല പ്രാവശ്യം ഞങ്ങള് ഇവരുടെ കോളനി ചെല്ലുന്ന സമയത്ത്, ഈ ഗോപി സാറിന്റെ കോളനി ചെല്ലുന്ന സമയത്ത് ഞാനും അച്ഛനോടെ പോയി. കുഞ്ഞുങ്ങളെ കൊണ്ടുപോയില്ല. അവരെ സ്കൂളിൽ വിട്ട് ഞങ്ങൾ പോകുമ്പോ ഈ സഹോദരി മാത്രമേ വീട്ടിലുള്ളൂ. അപ്പം ഒരാള് കുടിച്ചിട്ടും ഒന്നുമില്ല, ഒരു വാക്കത്തി കയ്യിലുണ്ട്, വിറഞ്ഞു തുള്ളുകയാ. ഞങ്ങളെ അവർക്ക് വെട്ടണം, ഞങ്ങളെ ഉപദ്രവിക്കണം. ഒന്നുകിൽ നീ ഗോപിയെ കൊണ്ട് ഇവിടുന്ന് പോകണം, ഇല്ലെങ്കിൽ മേലാൽ ഈ കോളനിയിൽ കയറരുതെന്നും പറഞ്ഞ് ഞങ്ങളെ ഉപദ്രവിക്കാനായിട്ട് നിൽക്കുക. അച്ഛൻ ഒന്നും മിണ്ടിയില്ല. അവരുടെ മുഖത്തോട്ട് നോക്കി ചിരിച്ചുകൊണ്ട് നിന്നു. എങ്ങനെയാണെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. ആ ചിരിയിലാണോ എന്തോ ആ മനുഷ്യന്റെ മനസ്സലിഞ്ഞു. ആ വാക്കത്തി പുള്ളി താഴോട്ട് പിടിച്ചിട്ട് അതേപടി നടന്നു പോകാനായിട്ട് ഇടയായിത്തീർന്നു. ആ പ്രിയപ്പെട്ടവൻ പിന്നെ ഞങ്ങളുടെ അടുത്ത് പ്രാർത്ഥനയ്ക്ക് വരാനായിട്ട് ഇടയായിത്തീർന്നു. ആ കുടുംബത്തിലെ ആ പുള്ളിക്കാരന്റെ ഭാര്യയാണ് ഈ സഹോദരി. അവരുടെ കുടുംബം മുഴുവൻ കർത്താവിനെ അറിയാനായിട്ട് ഇടയായിത്തീർന്നു. സഹോദരൻ ഭൂമിയിലില്ല, മരണപ്പെട്ടു. അങ്ങനെ വളരെയധികം എതിർപ്പുകൾ ഉണ്ടായി. അങ്ങനെ മറ്റു കോളനികളിൽ പോയി. അപ്പം അച്ചാച്ചന് പോകാൻ പറ്റാത്ത സമയങ്ങളിൽ ഞാനാ പോകുന്നത് കോളനികളിലൊക്കെ. കുഞ്ഞിനെ മോള് പിഞ്ചു കുഞ്ഞാ, അവളെ എടുത്തുകൊണ്ട് ഞാൻ പോകും. അപ്പൊ ഞാൻ പോകുമ്പോ സമയത്ത് പലപ്പോഴും അവരെന്നോട് ചോദിക്കും, ഇവറ്റകൾക്ക് വേറെ പണിയില്ല, അവരുടെ ഭാഷയില്ല. അപ്പൊ എനിക്ക് ആ ഭാഷ അറിയാം. ഇവർക്ക് ഒരു ജോലിയില്ല, ഇങ്ങനെ നേരം വെളുക്കുന്നതിന് മുമ്പേ ഇങ്ങനെ ഇറങ്ങുന്നത്. എന്നിട്ട് അവരെന്നിട്ട് കതകൊക്കെ വലിച്ചടയ്ക്കുമായിരുന്നു. ഞാൻ വിട്ടില്ല. എന്നിട്ട് അവരെന്നിട്ട് ജനലിന്റെ കതകിന്റെ ആ ഓട്ടയിൽ കൂടെ, കുഞ്ഞ് ഈ മുള കൊണ്ടൊക്കെയുള്ള കഥകളാ, അതിന്റെ ഓട്ടയിൽ കൂടി ഇങ്ങനെ നോക്കും ഞാൻ പോയോ ഇല്ലയോ എന്ന്. അപ്പൊ ഞാൻ പെട്ടെന്ന് അപ്പുറത്തെ വീട്ടിൽ കയറും. അങ്ങനെ ചില വീടുകളിൽ നന്നായി സ്വീകരിക്കും, നമ്മളെ ഇരുത്തും, നമുക്ക് ചായ തരും, അങ്ങനെയൊക്കെ ചെയ്യാം. അങ്ങനെ അവരോട് സ്നേഹം, അന്നേരമൊന്നും ഞാൻ അങ്ങനെ സുവിശേഷ യേശുവിനെ കുറിച്ച് അങ്ങനെ പറയാറില്ല. അവരുടെ അവരെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ, അവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിച്ച് അവരെ സ്നേഹബന്ധത്തിലാക്കി. ചിലപ്പോൾ 2, 3 പ്രാവശ്യം ആയി കഴിഞ്ഞതിന് ശേഷമാണ് കർത്താവിനെ പറ്റി പറയുന്നത്. എന്നിട്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളിങ്ങനെ നമ്മുടെ അവിടെ ഒരു പ്രാർത്ഥനയുണ്ട്, നിങ്ങൾ വരണമെന്നൊക്കെ ഞാനിങ്ങനെ പറയുമായിരുന്നു. അപ്പൊ അനേകർ ആ കോളനിയിൽ വന്നു. ഈ കതവ് വലിച്ചടിച്ച സഹോദരി ഒരു കുടുംബമായിട്ട് മക്കളും എല്ലാവരും ഇന്ന് കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ഫാമിലി ആയി തീർന്നു. അനേകം ഇവിടെ രക്ഷിക്കപ്പെടുവാനായിട്ട് ഏത് വീടിന്റെ മുമ്പില് എന്നെ വലിച്ചടച്ചു, ആ വീടിന്റെ മുറ്റത്ത് വെച്ച് തന്നെ മീറ്റിങ്ങുകളൊക്കെ നടത്തുവാൻ കർത്താവ് കൃപ ചെയ്തു. അനേകർ അവിടെ നിന്ന് കർത്താവിനെ അറിയുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ അവർക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ആലയം പണിയുവാനായിട്ട് കർത്താവ് സഹായിച്ചു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞങ്ങള് എല്ലാ പ്രാവശ്യവും ഇങ്ങനെ മാപ്പെടുത്ത് വെച്ച് പ്രാർത്ഥിക്കും. കർത്താവെ, എന്നോട് എപ്പോഴും പറയും, എനിക്ക് നോർത്ത് ഇന്ത്യയിലേക്ക് പോകണം എന്ന് എന്നോട് ഇങ്ങനെ പറയും. അപ്പം എനിക്കതിനോട് ഒരു താല്പര്യവും വന്നില്ല. പക്ഷെ കാര്യം ചർച്ച് പണിത് നമ്മൾ പ്രസവിച്ചു എന്ന് പറയുന്ന പോലുള്ള മക്കളാണ് അവര്. അവരെ നമ്മൾ നേടി അവരെ ഒന്ന് വളർത്തി കൊണ്ടുവരുന്നതേ ഉള്ളൂ. അവരോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് ഈ കുഞ്ഞുങ്ങള്, അവിടെയുള്ള അനേക
കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അവര് എന്നെ സ്വന്തം അമ്മയെ പോലെ അവരെന്നെ വിട്ടു പോകാറില്ല. അവരെന്റെ കൂടെ തന്നെ അവിടെ താമസിച്ചുകൊണ്ടാണ്. അന്നൊക്കെ അവർക്കൊന്നും നല്ല രീതിയിൽ ഭക്ഷണം പോലും കൊടുക്കാനില്ല. എന്നിട്ട് ആ കുഞ്ഞുങ്ങൾ എന്റെ കൂടെ ഇങ്ങനെ വരും. "വാ ആന്റി നമുക്ക് കാട്ടിൽ കൂടെ പോകാം." കാട്ടിൽ കൂടെ പോയി ചീരയൊക്കെ പറിച്ച് പല സൈസിലെ ചീര പറിച്ച് എന്നിട്ട് പറയും 10 കൂട്ടം ചീര വെച്ച് നമ്മള് കറി വെച്ച് കൂട്ടുമ്പോ അതിന് ഭയങ്കര ഗുണവാ ആന്റി. എന്നിട്ട് നമുക്കത് ചെയ്യാം എന്നിങ്ങനെ പറയായിരുന്നു. എന്നിട്ട് ഞങ്ങള് പോകും. കാട് നീളെ പോയിട്ട് ഇങ്ങനെ അത് പറിച്ചുകൊണ്ട് വരും. എന്നിട്ട് അത് തോരൻ വെക്കും. അല്ലെങ്കിൽ തോട്ടിലെ ഞണ്ട് പിടിച്ച് അത് കറി വെക്കും. അല്ലെങ്കിൽ ഈ മറ്റുള്ളവരുടെ പ്ലാവിന്റെ ചോട്ടിൽ കൂടെ പോയി കുഞ്ഞിച്ചക്ക അവർക്ക് ഏറ്റവും ഇഷ്ടമായി കുഞ്ഞിച്ചക്ക ഇടിച്ചക്ക തോരൻ വെച്ചൊക്കെ കൊടുക്കുന്നെ. അപ്പം ഇതൊക്കെ ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഈ കുഞ്ഞുങ്ങള് എന്നോട് എന്നെ വിട്ട് ഇവര് പോകത്തില്ല. അവര് എന്നോട് പറയും ഞങ്ങളെ പറഞ്ഞു വിടല്ലേ ആന്റി എന്ന് പറയും. ഒരു ദിവസം ഞാൻ പറഞ്ഞു "നിങ്ങൾ പോ. വീട്ടിലോട്ട് പോയിട്ട് വാ മക്കളെ" എന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു "നിങ്ങൾ ഇവിടുന്ന് വയറ് നിറച്ചപ്പോ എന്തേലും കഴിച്ചിട്ട് പോ. അവിടെ ചെല്ലുമ്പോ ഒന്നും കാണില്ല" എന്ന് പറഞ്ഞു. അവിടെ ചെന്നിട്ട് ഈ കുഞ്ഞുങ്ങൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു "ആന്റി എന്ത് പറഞ്ഞോ അതുപോലെ നടന്നു. ഇവിടെ ഒന്നുമില്ല. ഞങ്ങൾ അവിടുന്ന് കഴിച്ചിട്ട് വന്നത് കാരണം ഞങ്ങളുടെ വയറ് നിറഞ്ഞിരിക്കുവാന്ന്" പറഞ്ഞു. അങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ എന്റെ കൂടെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അനേകർ എന്നോട് ചോദിക്കുമായിരുന്നു "നിനക്ക് എങ്ങനെ ഇവരെ പോറ്റാൻ കഴിയുന്നത്?" ഞങ്ങൾ ഒരു ദിവസം അച്ചാച്ചൻ ഇവരിങ്ങനെ ലൈനായിട്ടാ പ്രേയറിന് വരുന്നത്. ഒരു കോളനി എത്ര പേരുണ്ടോ അവരിങ്ങനെ വാല വാല ഇങ്ങനെ വരും. അപ്പൊ മറ്റുള്ളവരെല്ലാം ഇത് കാണുമ്പോ ഭയങ്കര ഭീഷണിയുടെ നടുവിലാ ആ സമയത്ത് ഞങ്ങളുള്ളത്. അപ്പൊ ഞാൻ ഒരു ദിവസം ഞങ്ങടെ ബൈക്ക് നന്നാക്കാനായിട്ട് വർക്ക്ഷോപ്പിൽ ചെന്നപ്പം വർക്ക്ഷോപ്പുകാർ അച്ഛനോട് ചോദിച്ചു "പാസ്റ്ററെ നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ലേ? വേറെ എത്രയോ പേര് ഇവിടെ ഉണ്ടായിട്ടാ നിങ്ങൾ ഇവരെ നന്നാക്കാൻ നടക്കുന്നേ?" പക്ഷെ 2 വർഷം കഴിഞ്ഞപ്പോ ആ മനുഷ്യൻ ഞങ്ങളോട് തന്നെ പറഞ്ഞു "പാസ്റ്റർ ഇത് ഭയങ്കര അത്ഭുതവാ. ഇത് ഇവിടെ ഇത്രയും വർഷം ഉണ്ടായിട്ട് ഇത്രയും ആൾക്കാരുണ്ടായിട്ട് ഇവരെ നന്നാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ അവരിൽ വന്ന മാറ്റങ്ങള് അവരെ പിന്നെ സാരി ഉടുക്കാൻ തുടങ്ങി. നല്ല ഡ്രസ്സ് ധരിക്കാൻ തുടങ്ങി. അവരെവിടെ പോയാലും നൈറ്റി അവര് നിൽക്കുന്ന വേഷത്തിൽ പോകുന്നവരായിരുന്നു. കർത്താവിനെ അറിഞ്ഞപ്പോ അവരുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. ഇന്ന് അതിനകത്ത് ഞങ്ങളിങ്ങനെ പോന്നതിന് ശേഷവും അവിടെ വന്ന ദൈവദാസന്മാരൊക്കെ അവരെ വചനത്തിൽ നിലനിർത്തി ഇന്ന് അനേകം പ്രിയപ്പെട്ടവര് കർത്താവിന്റെ വേലക്കാരാ. ഇപ്പൊ ഈ കഴിഞ്ഞ ഒക്ടോബറിൽ അച്ഛനൊക്കെ അവിടെ പോയി അവിടെ അവര് തന്നെ കർത്താവിനെ അറിഞ്ഞവര് തന്നെ അനേക ഇടങ്ങളിൽ പോയി സുവിശേഷത്തിൽ വേല ചെയ്യുകയാ. അനേകർ പാസ്റ്റർമാരായി തീർന്നു. അത് കണ്ടപ്പോ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം തോന്നി. കാര്യം അവരുടെ ഉള്ളത്തിൽ കൊടുത്ത വചനങ്ങളൊന്നും നഷ്ടമാകാതെ അവരത് പ്രയോജനപ്പെടുത്തി അവരത് വളർത്തിയെടുക്കുവാനായിട്ട് കർത്താവ് പലരും പിന്മാറി പോയവരുണ്ട്. എന്നാലും ആ നിൽക്കുന്നവർ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് നിൽക്കുന്ന അനേകരെ കാണുവാനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലേക്ക് വരണമെന്ന് തീരുമാനമെടുക്കുന്നത്. ഞങ്ങൾക്ക് ചർച്ചിന്റെ പണി തുടങ്ങി അത് പൂർത്തീകരിച്ച് അതിന്റെ ഇനാഗുറേഷന്റെ സമയം നാളെ ഇനാഗുറേഷൻ ആണെങ്കിൽ അതിന്റെ ഒരു ദിവസം തലേന്ന് രാത്രി എന്റെ മൂത്ത മോള് അപ്പൊ ഈ ഡബിൾ ഡെക്കർ കട്ടില് ആയിരുന്നു. അതിന്റെ മുകളിൽ നിന്ന് താഴെ വീണ് അവളുടെ തല തറയിൽ വന്നടിച്ചു. ഞങ്ങൾ കാണുന്നുണ്ട് ഇവള് വീഴുന്നത്. അപ്പം പള്ളിക്കകത്ത് ജോലി കാര്യങ്ങളൊക്കെ നടക്കുക. പാസ്റ്റേഴ്സ് ഒക്കെ വേറെ ഉണ്ട്. അവളിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വീണപ്പം അച്ചച്ചൻ ഇങ്ങനെ ടേബിളിന് മുകളിൽ നിന്ന് ഇങ്ങനെ എന്തോ ഒരു ഫ്ലവർ ഏതാണ്ട് ഡെക്കറേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക. അപ്പം പെട്ടെന്ന് താഴെ വന്നിട്ട് കുഞ്ഞിനെ കോരിയെടുത്തു. എനിക്കിരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനിൽ ഞാനങ്ങ് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോയി. അവളെ കോരിയെടുത്തു. എടുത്തപ്പം ചെറിയ ഒരു അനക്കമുണ്ട്. പെട്ടെന്ന് അവളെ മടിയിൽ വെച്ച് പ്രാർത്ഥിച്ചു. അവള് ഓക്കെ ആയി. അവള് വെള്ളമൊക്കെ കുടിച്ചു എല്ലാം ചെയ്തു. ഒരു രാത്രി 2 മണിയായപ്പോ അവള് എഴുന്നേറ്റിട്ട് പറഞ്ഞു "പപ്പ എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോകും." അവൾ 5ാം ക്ലാസ്സിൽ പഠിക്കുക. "എന്നെ കൊണ്ടുപോ പപ്പ" എന്ന് പറഞ്ഞു. അവൾക്ക് മെഡിസിൻ എടുക്കുന്നു, അവൾക്ക് സൂചി കാണുന്നു ഒക്കെ ഭയങ്കര ഭയവാ. "എന്നെ കൊണ്ടുപോ പപ്പ" എന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് എന്നെ വിളിച്ചു. അന്നേരം ഇവൾക്ക് ഒരു മൂളല് മാത്രമേ ഒരു ഞരക്കം മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് എന്നെ വിളിച്ചു "ഇങ്ങനെ നമുക്ക് പോകാം ഹോസ്പിറ്റലിൽ." അപ്പം പെട്ടെന്ന് ഞങ്ങളുടെ അടുത്ത് തന്നെ ഞാൻ ഈ പറഞ്ഞ ഗോപി എന്ന സഹോദരൻ താമസമുണ്ട്. ഓടി വന്നിട്ട് രാത്രി 2:30 ഓടി വന്നിട്ട് പറഞ്ഞു "സാറേ എന്റെ കയ്യിൽ ഇങ്ങനെ ഇത്ര രൂപയുണ്ട്. ഞാനിത് തരാം. വീടിന്റെ പണിക്ക് വേണ്ടി വെച്ചേക്കുന്നതാ." അപ്പൊ അത് എനിക്ക് തന്നു. പെട്ടെന്ന് ഒരു ദേവദാസൻ വണ്ടിയും കൊണ്ട് വന്നു. അപ്പൊ ഈ കുഞ്ഞിനെ പോകുന്ന ഒരുക്കുന്ന സമയത്ത് തന്നെ ഇവള് വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ മൊത്തം ബ്ലഡാ ഛർദ്ദിക്കുന്നത്. എന്നോടൊന്നും പറഞ്ഞതേ ഇല്ല. പെട്ടെന്ന് വണ്ടി വന്ന് ഞങ്ങളവിടെ കൽപ്പറ്റ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോ പെട്ടെന്ന് ഇവളെ എല്ലാ കാര്യങ്ങളും അത് ഇവൾക്ക് എന്താ സംഭവിച്ചതെന്ന് ഒന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഞാന് ആകെ ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി. പെട്ടെന്ന് അവര് സ്കാനിങ് ചെയ്തു. കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നടക്കുന്നു. പക്ഷെ കുഞ്ഞ് നല്ല ആക്റ്റീവാ. അവള് ചിരിക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ അവളുടെ തലയ്ക്ക് ബ്ലീഡിങ് ആയി എന്നൊന്നും എനിക്കറിയുന്നില്ല.
എന്തോ ഒരു ഡോക്ടർ വന്ന് അച്ഛനോട് പറഞ്ഞപ്പോഴത്തേനും അച്ഛാ എന്തോ ശരീരത്തിന് ഒരു വല്ലായ്മ വന്ന് പേഴ്സ് എടുത്ത് ഒരു ദൈവദാസന്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, പാസ്റ്റർ എന്താന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറയുന്നത് മാത്രം ഞാൻ കേട്ടു. അപ്പൊ ഞാൻ ചോദിക്കുന്നുണ്ട്, എനിക്ക് എന്താ കുഞ്ഞിന് എന്താ പറ്റി, എന്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയോ എന്ന് ഞാൻ ചോദിച്ചു. പക്ഷെ അവരാരും ഒന്നും എന്നോട് പറയുന്നില്ല. പെട്ടെന്ന് ഞാനൊരു നേഴ്സിനോട് ചോദിച്ചു, എന്റെ കുഞ്ഞിന് പറ്റിയിട്ടുണ്ട് ചേച്ചി, ഇവിടെ നടക്കത്തില്ല, കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണം, കുഞ്ഞിന് ഓപ്പറേഷൻ വേണ്ടി വരും എന്ന് പറഞ്ഞു. പെട്ടെന്ന് അന്നേരത്തേനും എനിക്ക് തോന്നുന്നു 3 മണി 4 മണിയോളം ആയി. പെട്ടെന്ന് അവിടെയുള്ള ദൈവദാസന്മാരൊക്കെ വന്നു. ആംബുലൻസ് വരുന്നു, എല്ലാ കാര്യങ്ങളും വരും. ഞാൻ ആംബുലൻസ് എന്നൊക്കെ നമ്മൾ കണ്ടിട്ടേ ഉള്ളൂ, കയറിയിട്ടും ഒന്നുമില്ല. വല്ലാത്തൊരു അനുഭവം. പെട്ടെന്ന് ഞങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ചുരം. ഇറങ്ങി വരുമ്പോഴത്തേന് ഭയങ്കര കഷ്ടമാ. ഞങ്ങൾക്കറിയില്ല ഈ കുഞ്ഞ് ഉറങ്ങരുത് എന്ന് അവരും പറഞ്ഞു തന്നില്ല. അവളെ ഞങ്ങൾ ഉറങ്ങുന്ന കണ്ടപ്പോൾ ഞങ്ങൾക്കും ഒരു സന്തോഷം. അവളെ ഉറക്കി. പകുതി ആയപ്പോഴത്തേന് കുഞ്ഞ് എന്തോ ഞങ്ങളും അങ്ങ് വളരെ ക്ഷീണിതരായി. കുഞ്ഞ് വല്ലാത്തൊരവസ്ഥയിൽ പെട്ടെന്ന് ഞങ്ങൾ ഒരു 6 മണിയായപ്പോൾ മെഡിക്കൽ കോളേജിലെത്തി. അവിടെ പെട്ടെന്ന് സൺഡേയാ. പെട്ടെന്ന് ഡ്യൂട്ടി ഡോക്ടർ വന്നു. വന്നിട്ട് ഇവളെ എല്ലാം നോക്കിയിട്ട് പറഞ്ഞു, അവളെ ഒബ്സർവേഷനിലോട്ട് മാറ്റിയിട്ട് പറഞ്ഞു സർജറി വേണം എന്ന് പറഞ്ഞ് അവളെ അങ്ങോട്ട് മാറ്റി. അവളെ ദൈവത്തിന്റെ കരുണയാല് കർത്താവ് ഞങ്ങളുടെ കുഞ്ഞിനെ ഓർത്തെന്ന് പറഞ്ഞാൽ അവൾക്ക് ഏറ്റവും നല്ല കെയറിങ് അവിടെ കിട്ടി. അവിടെ കിടന്ന പേഷ്യൻസ് ഒക്കെ അവളുടെ കുഞ്ഞുങ്ങളുടെ പേരൻസ് ഒക്കെ എന്നോട് ചോദിച്ചു, നിങ്ങൾ ഇവർക്ക് വല്ലതും കൊടുത്തോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ ഇവരെ അറിയാമോ, ഞങ്ങളോടൊന്നും ഇവരിങ്ങനെ സംസാരിക്കുന്നില്ലോ. ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾക്ക് അവരെ അറിയത്തില്ല, ആരെ അറിയത്തില്ല. പക്ഷെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി അവിടെ കരുതി. പിന്നെ മറ്റ് പെട്ടെന്ന് തന്നെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. എന്നോട് പറഞ്ഞു, ഇനി കുഞ്ഞിനൊന്നും കൊടുക്കരുത്, അവളെ ഉറങ്ങാതെ നോക്കണം, ഇതൊക്കെ എന്നോട് പറഞ്ഞു തന്നു. അവളെ നടത്തരുത് എന്നൊക്കെ പറഞ്ഞു അവരെന്നെ. എന്നിട്ട് പെട്ടെന്ന് പിറ്റേന്ന് തിങ്കളാഴ്ച ഡോക്ടർ വീണ്ടും ചെക്കപ്പിനായിട്ട് വന്ന് അവളുടെ തലയിൽ ഇങ്ങനെ പിടിച്ചു നോക്കിയിട്ട് പറഞ്ഞു സർജറി വേണം എന്ന് പറഞ്ഞു. അങ്ങനെ 3 പ്രാവശ്യം എന്റെ കുഞ്ഞിന് സർജറി വേണമെന്ന് പറഞ്ഞു. പക്ഷേ 3ന്റെ അന്നായി പോയി ഡോക്ടർ പറഞ്ഞു ഇനി കുഞ്ഞിന് സർജറി, അവൾ ഓക്കെ ആയിരുന്നു. 5ാമത്തെ ദിവസം അവളെ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്തു. എന്നിട്ട് ആ ഡോക്ടർ ഇങ്ങനെ അവളെ നോക്കിയിട്ട് പറഞ്ഞു, അപ്പൊ ആ വാർഡിൽ കിടക്കുന്ന ഫുൾ കുഞ്ഞുങ്ങൾ ഇങ്ങനെ വീണതും ആക്സിഡന്റ് എല്ലാം കുഞ്ഞുങ്ങളുടെ ഒരു മൊത്തം സർജറി കഴിഞ്ഞ് നടക്കുന്ന കുഞ്ഞുങ്ങൾ. ഡോക്ടർ ഇവളെ നോക്കിയിട്ട് പറഞ്ഞു, നിനക്ക് മാത്രമേ ഉള്ളൂ ഇവിടുന്ന് സർജറി ഇല്ലാതെ പോകുന്നതെന്ന്. അപ്പൊ ഞാൻ എന്റെ ദൈവത്തിന് ഒത്തിരി സ്തോത്രം ചെയ്തു. കാരണം വേറൊന്നുമല്ല, അനേകായിരങ്ങൾ വിവിധ രാജ്യങ്ങളിലും മറ്റുള്ള ഇടങ്ങളിലെല്ലാം ഇരുന്ന് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഇടയെത്തീർന്നു. കാര്യം എനിക്കറിയാം, കർത്താവ് അവിടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചർച്ചിന്റെ ഉദ്ഘാടനം നടക്കുന്നു. എനിക്കത് സംബന്ധിക്കാൻ പറ്റിയില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് ചർച്ചിന്റെ ഉദ്ഘാടനം കൂടണം. പക്ഷെ എനിക്കത് കൂടാൻ പറ്റിയില്ല. അവിടെ കുഞ്ഞിനെ ഞാനുമായിട്ട് മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന സമയത്ത് അവിടെ ഇത് കഴിഞ്ഞു. എന്നിട്ട് ഈ കുഞ്ഞിനെ മറയും ഒക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് അച്ഛനൊക്കെ ആകെ അങ്ങ് തളർന്നു. അപ്പം ഞങ്ങളുടെ സംഘടനയിലുള്ള ഒരു ദേവദാസൻ, ഒരു സാറാണ്, ഇവളുടെ കൂടെ സ്കാനിങ് ഇതിനകത്ത് കയറി. അപ്പൊ ആ സാറിന് പെട്ടെന്ന് അവിടെ വെച്ചൊരു അറ്റാക്ക് ഉണ്ടാകാനായിട്ട് ഇടയായിരുന്നു. അങ്ങനെ ഒരു ഭയങ്കര ഈ ചർച്ച് ഉദ്ഘാടന സമയമായപ്പോഴത്തെ ഒരു മരണ പോരാട്ടം ഞങ്ങളുടെ ഭവനത്തില്. അത് പണി തുടങ്ങുമ്പോ തന്നെ അനേകര് ഭയങ്കര അപകടങ്ങള് ഉണ്ടാകാനായിട്ട് ഇടയായിത്തീർന്നു. ഈ ചർച്ചിന്റെ പണിക്ക് വേണ്ടിയിട്ട് ഷീറ്റ് കൊണ്ടുവരുന്ന സമയത്ത് ഇങ്ങനെ ഒരു കയറ്റമാ. ഈ ഷീറ്റ് ഇങ്ങോട്ട് വലിയ ലോറി ഇങ്ങോട്ട് കയറുന്ന സമയത്ത് നമ്മുടെ ദൈവമക്കളൊക്കെ ഇതിന്റെ പുറകിലുണ്ട്. ഈ ഷീറ്റ് എല്ലാം കൂടെ പുറകോട്ടേക്ക് മറിയാനായിട്ട് ഇടയായിരുന്നു. അത് അന്ന് ആ ദൈവമക്കൾ ഒരിച്ചിരി ഇങ്ങോട്ട് വന്നിരുന്നുവെങ്കിൽ അവരെല്ലാവരും അത് മരണപ്പെട്ടു പോയ കാര്യം. ഇവരിത് ഇറക്കാനായിട്ട് ഇങ്ങനെ വരുവാ. അങ്ങനെ ഭയങ്കര തരത്തിലുള്ള പോരാട്ടങ്ങളിൽ കൂടെയാണ് ആ ഒരു ചർച്ച് ബിൽഡിങ് കഴിയാനായിട്ട് ഇടയായിത്തീർന്നു. സ്തോത്രം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുഞ്ഞിനെ അത് കഴിഞ്ഞ് ഞങ്ങൾ 1 വർഷത്തോളം സ്കൂളിലൊന്നും വിടാൻ പറ്റിയില്ല. പിന്നെ അവൾക്ക് 3 മാസം ആദ്യമൊക്കെ 1 മാസമായിരുന്നു. പിന്നെ എല്ലാ മാസങ്ങളും നമ്മൾ വണ്ടി വിളിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരണം. അവൾക്ക് ഫിക്സ് വരാതിരിക്കാനുള്ള മെഡിസിൻ ഇങ്ങനെ സ്റ്റിറോയിഡ് കൊടുത്തുകൊണ്ടേയിരുന്നു. ഡോക്ടർ പറഞ്ഞു ഇതൊരു 2-3 വർഷം ഈ കുഞ്ഞിന് മെഡിസിൻ കൊടുക്കണമെന്ന് പറഞ്ഞു. 6 മാസം പോലും എന്റെ കർത്താവ് ആ കുഞ്ഞ് മെഡിസിൻ എടുക്കാൻ അനുവദിച്ചില്ല. ഡോക്ടർ പറഞ്ഞു, നിങ്ങളോട് വേറൊരു ഡോക്ടറെ അവൾക്ക് കിട്ടി. ആ ഡോക്ടർ പറഞ്ഞു, നിങ്ങളോട് ആരാ പറഞ്ഞു ഇവൾക്ക് വേറെ ഒരു കുഴപ്പമില്ല, അവളുടെ തലയ്ക്കോ മറ്റൊരു പ്രയാസമില്ല, ഇനി നിങ്ങൾ ആ മെഡിസിൻ നിർത്തിക്കോ, അവൾ ഓക്കെ ആയെന്ന് പറഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരെ എന്റെ കുഞ്ഞിനെ കർത്താവിന് യാതൊരു പ്രയാസങ്ങളും ഇല്ലാതെ ദൈവം സൂക്ഷിച്ചു. എല്ലാവരും പറഞ്ഞു അവളുടെ തലയ്ക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ കാണും, അവൾക്ക് തലവേദന സ്ഥിരമായി വരുമെന്നൊക്കെ. പക്ഷെ എന്റെ കർത്താവിന്റെ കൃപയാൽ ഞങ്ങൾ ഇവിടെ വന്നിട്ടും അവളെ സ്കാനിങ് ഒക്കെ ചെയ്തിട്ട് ഒരു പ്രയാസങ്ങളും ഇല്ല. അങ്ങനെ ഞങ്ങള് 2015 മെയ് മാസം ജാർഖണ്ഡിലേക്ക് വരുവാനായിട്ട് ഇടയായിത്തീർന്നു. ഞങ്ങൾ ജാർഖണ്ഡിലോട്ട് വരുമ്പോൾ അവിടുന്ന്
പോരാൻ തുടങ്ങുമ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു, "നീ ഈ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് എങ്ങോട്ടാ? നിങ്ങൾ വെച്ച ചർച്ചിന്റെ പെയിന്റിന്റെ മണം പോലും മാറിയിട്ടില്ല. നിങ്ങൾ എവിടെയാ ഈ പോകുന്നേ?" അപ്പം അവിടെ നാട്ടുകാർക്കൊക്കെ ഞങ്ങളോട് ഭയങ്കര കാര്യമായിരുന്നു. അവിടുത്തെ ഒരു പാർട്ടിക്കാരൻ വന്നിട്ട് ചോദിച്ചു, "സാറേ, നിങ്ങൾ ഇവിടുന്ന് പോകാതിരിക്കാൻ ഞങ്ങൾ ആരോടാ ഇത് ചെയ്യേണ്ടുന്നെ?" അച്ഛൻ പറഞ്ഞു, "ഇല്ല, കർത്താവിന്റെ വേലയെന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വിളി കേട്ട് ഇറങ്ങിയ അതിന് പോയേ പറ്റത്തുള്ളൂ." അങ്ങനെ ഞങ്ങള് ജാർഖണ്ഡിൽ വന്നു. നേരത്തെ വന്ന് നോക്കിയിട്ടില്ല, ഭാഷ അറിയില്ല. 2 അന്ന് കുഞ്ഞുങ്ങള്, ചെറിയ മക്കള്. ഇപ്പൊ 10 വർഷം കഴിഞ്ഞ് ഞങ്ങൾ ജാർഖണ്ഡിൽ വന്നിട്ട് പോരുന്ന സമയങ്ങളിൽ ഞാന് ട്രെയിനകത്തൊക്കെ കയറിയിരിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ നോക്കും, കരയും. എനിക്കറിയത്തില്ല ഞാൻ എങ്ങോട്ടായി പോകുന്നേ. കുറച്ച് സാധനങ്ങളുമായിട്ട് ഞങ്ങൾ ജാർഖണ്ഡിൽ വന്നു. ഇവിടെ ഞങ്ങൾക്ക് ഒരു ദേവദാസൻ, വയനാടുകാരൻ തന്നെ ഒരു ദേവദാസൻ ഉണ്ടായിരുന്നു. ആ പാസ്റ്റർ വീട്ടിൽ ഞങ്ങൾ 10 ദിവസത്തോളം താമസിച്ചു. പക്ഷെ ഇവിടെയുള്ള ദേവദാസന്മാരെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ഞങ്ങൾക്ക് പരിചയമായി. അപ്പൊ ഞങ്ങൾ വരുമ്പോഴും ഞങ്ങൾ ട്രൈബൽ മിഷൻ എന്നുള്ള ഈ സംഘടനയുടെ ഇതിലാണ് ഇവിടെ വരുന്നത്. പെട്ടെന്ന് ഞങ്ങൾക്ക് ഇവിടെ വന്ന് 2016 അത് അതിൽ നിന്ന് റിസൈൻ ചെയ്യേണ്ടി വന്നു. അന്ന് മുതല് കർത്താവ് വിശ്വാസ ജീവിതം പഠിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ എന്റെ കർത്താവിനെ ഇങ്ങനെ അനുഭവിച്ചിട്ടില്ല. ഇന്നും കർത്താവിനെ ഞാൻ അനുഭവിക്കുക, അത് ടേസ്റ്റ് ചെയ്യുക. ഓരോ ദിവസവും കർത്താവ് അങ്ങനെ ഞങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെ കഷ്ടങ്ങൾ എന്ന് വെച്ചാൽ, വന്ന സമയത്ത് 2016 കുഞ്ഞിന്, മൂത്ത മോൾക്ക് തന്നെ മഞ്ഞപ്പിത്തം വന്നു. വളരെ സീരിയസ് കണ്ടീഷനിലേക്ക് പോയി. അന്ന് ഞാൻ ഒത്തിരി കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഈ രോഗം ഇങ്ങനെ കുഞ്ഞിന് വന്നപ്പോ ഞാൻ ചോദിച്ചു, കർത്താവേ, ഞാൻ ഇതിനാണോ ഇവിടെ വന്നത്? അതിനു മുമ്പ് ഒരു അനുഭവം കൂടെ പറയട്ടെ. ഇങ്ങനെ നോർത്ത് ഇന്ത്യയിലേക്ക് വരാൻ സമയത്ത് എനിക്ക് ഒരു ശബ്ദവും എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല. ഞാൻ അച്ഛനോട് ഇങ്ങനെ പറയുന്നുണ്ട്, എങ്ങനെ ഞാൻ വരുന്നത്? എന്നോട് കർത്താവ് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു വചനം പക്ഷേ കുറെ ദിവസമായിട്ട് എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. കാറ്റിനെ നോക്കുന്നവൻ വിതയ്ക്കുന്നില്ല, മേഘങ്ങളെ നോക്കുന്നവൻ കൊയ്യുന്നില്ല. അപ്പൊ ഞാനിത് മിണ്ടുന്നില്ല. ഞാനിത് എന്റെ മനസ്സിൽ ഇങ്ങനെ ഒതുക്കി വെച്ചേക്കുക. ഒരു 3-മത്തെ പ്രാവശ്യം ഞാൻ പറഞ്ഞു, ഈ ഒരു വാക്യം എന്നോട് ഇങ്ങനെ ശക്തമായി സംസാരിക്കുന്നു. ഇനി നീ ഒന്നും നോക്കണ്ട, റെഡി ആയിക്കോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ റെഡി ആയത് ഇങ്ങോട്ട് വരാനായിട്ട്. അങ്ങനെ ഇവിടെ വന്ന് കുഞ്ഞുങ്ങളെ, മൂത്ത മോൾക്ക് മഞ്ഞപ്പിത്തം പിടിച്ചു. അപ്പം ഇവിടെയുള്ള ദേവദാസന്മാരൊക്കെ കൂടെ ചേർന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. നാട്ടിൽ നിന്നൊക്കെ എല്ലാരും വിളിച്ചു പറയുന്നുണ്ട്, കുഞ്ഞിനെ കൊണ്ട് ഇങ്ങ് വാ. അപ്പൊ ഞാൻ റെഡിയായി, കൊച്ചിനെ കൊണ്ട് പോകാം. എന്റെ ആങ്ങള എന്നോട് പറഞ്ഞു, നിനക്ക് ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുത്തു തരാം, നീ ഇങ്ങ് വാ കുഞ്ഞിനെ കൊണ്ട്. അപ്പൊ അച്ഛനോട് ഒരു വാക്ക് പറഞ്ഞു, ഇങ്ങനെ നിസ്സാര രോഗങ്ങൾ വരുമ്പോൾ പോകാനാണോ നമ്മൾ കർത്താവിന് വേലയ്ക്ക് വേണ്ടി ഇവിടെ വന്നത്? ആ ഒരു ചോദ്യം എന്നെ സ്ട്രൈക്ക് ചെയ്തു. അപ്പൊ ഞാൻ തീരുമാനം എടുത്തു, ഇല്ല, കർത്താവിന് വേണ്ടി വന്നവർ ഇവിടെ തന്നെ നിൽക്കണം. ആ ഒരു തീരുമാനം എടുത്തു. കർത്താവ് അവൾക്ക് സൗഖ്യം കൊടുത്തു എന്ന് പറഞ്ഞാൽ അവൾ വളരെ ക്ഷീണിതയായി. അവളുടെ മുഖം മുഴുവൻ കറുത്തു, അവൾക്ക് ചൊറിച്ചിലായി, ശരീരം മുഴുവൻ ചൊറിഞ്ഞ് ഇങ്ങനെ കാക്ക കറുക്കുന്ന പോലെ വളരെ കറുത്തുപോയി കുഞ്ഞ്. അവളുടെ ചിരിക്കുമ്പോ പല്ല് മാത്രം ഇങ്ങനെ വെളുത്ത് കാണുന്നത്. അവളെ ഒത്തിരി ഇവിടെയുള്ള ദേവദാസന്മാർ, സഹോദരിമാര് കുഞ്ഞിനെ കെയർ ചെയ്യാനായിട്ട് ഇടയായി തീർന്നു. അത് കഴിഞ്ഞിട്ട് 2 പേർക്കും ഒരുപോലെ ടൈഫോയിഡ് വന്നു. 2 പേരും 2 കട്ടിലപ്പുറം ഇപ്പുറവും കിടന്ന് ഇങ്ങനെ, അത് കൊറോണ ആദ്യ സമയങ്ങളിലാണ്. 2 പേരും ടൈഫോയിഡ് വന്നിട്ട് ഇങ്ങനെ തുള്ളി പനിക്കുന്ന അനുഭവങ്ങള്. ഒത്തിരി കഷ്ടങ്ങളിൽ കൂടെ കുഞ്ഞുങ്ങൾ കടന്നുപോയി. അത് കഴിഞ്ഞ് മൂത്ത മോക്ക് തന്നെ മീസിൽസ് പിടിച്ചു. അപ്പം അവള് വളരെ, എന്ന് വെച്ചാൽ അവൾക്ക് തലവേദന സഹിക്കാൻ വയ്യ. അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് ഓർത്തു, വീണതിന്റെ വല്ലതും ആണോ എന്നോർത്ത് ഞങ്ങൾ സ്കാൻ ചെയ്യിച്ചു. അപ്പൊ അതിന് കുഴപ്പമില്ല. പെട്ടെന്ന് ഞാൻ നാട്ടിൽ തന്നെയുള്ള ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ എടുത്തിട്ട്, അപ്പം ഇങ്ങനെ മീസിൽസ്, അപ്പൊ ഡോക്ടർ മരുന്ന് തന്നിട്ട് 7 ദിവസം ആകുമ്പോഴത്തേനും അത് മാറുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാന് 7 ദിവസം കഴിഞ്ഞിട്ട് കുഞ്ഞിന്റെ തലവേദന മാറാത്തപ്പോ വീണ്ടും ഞാൻ ഡോക്ടറെ വിളിച്ചിട്ട് ചോദിച്ചു, ഇങ്ങനെ മാറുന്നില്ലെന്ന് പറഞ്ഞു. ഒരു കണ്ണിന്റെ ഡോക്ടറെ കൊണ്ട് കാണിക്ക് എന്ന് പറഞ്ഞപ്പം കണ്ണിന്റെ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോ അവളുടെ തലയിൽ നിന്ന് കണ്ണിലേക്കുള്ള ഒരു ഞരമ്പിന് ചെറിയ പ്രയാസമാ, അത് ചുരുങ്ങുന്ന പോലെ ഒരു ഇത് വന്നു. അപ്പൊ പെട്ടെന്ന് ഇവൾക്ക് ഇങ്ങനെ അവള് മെഡിസിൻ എടുക്കാൻ ഭയങ്കര പാടാ. നമ്മൾ അടിച്ചു വേണം അവൾക്ക് മെഡിസിൻ കൊടുക്കാൻ. പെട്ടെന്ന് ഇവൾക്ക് ഇങ്ങനെ ഭക്ഷണം അന്ന് അവൾ 10ാം ക്ലാസ്സിൽ പഠിക്കുക. ഭക്ഷണം ഇങ്ങനെ വാരി കൊടുക്കുന്ന സമയത്ത് ഇവള് അതിന് 2 ദിവസം മുമ്പ് പറയുന്നുണ്ട്, പാപ്പ എനിക്കെല്ലാം രണ്ടായിട്ടാ കാണുന്നേന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞങ്ങള് തമാശയാക്കി കളിയാക്കി ഇതങ്ങ് വിട്ടു. നീ കൊച്ചിനെല്ലാം ഇച്ചിരിച്ച കൊടുത്താൽ എല്ലാം കൂടുതലായിട്ട് കാണുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കി വിട്ടു. പക്ഷെ 2ാമത്തെ ദിവസം ഇവൾക്ക് ഞാൻ ഭക്ഷണം വാരി കൊടുക്കുമ്പം ഇവളെന്നെ നോക്കുമ്പം അവളുടെ കണ്ണ് കോങ്കണ്ണായിപ്പോയി. കൃഷ്ണമണി ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് വന്നിരിക്കുന്നു. പെട്ടെന്ന് ഞാനങ്ങ്, ചേച്ചാ നമ്മുടെ കുഞ്ഞിന്റെ കണ്ണ് കോങ്കണ്ണായി. എന്നിട്ട് എന്നോട് പറഞ്ഞു, എടി ഞാൻ ഇന്നലെ കണ്ടു, ഞാൻ പറയാഞ്ഞതാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒത്തിരി ചോദ്യങ്ങൾ എന്റെ കർത്താവിനോട് ചോദിച്ചു.
എന്റെ കുഞ്ഞ് കോങ്ങണ്ണിയായി മാറുമോ? പെൺകുഞ്ഞ്. ഞാൻ എന്നെ ഇങ്ങനെ കാണാനാണോ എന്നെ ഇവിടെ കൊണ്ടുവന്നത്? ഞാൻ പല ചോദ്യങ്ങൾ ചോദിച്ചു. പക്ഷേ കർത്താവ് അന്നേരമൊക്കെ വചനം തന്ന് ഉറപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവം അവൾക്ക് സൗഖ്യം കൊടുത്തു. ഡോക്ടർ അവൾക്കൊരു 25 ദിവസത്തെ മെഡിസിൻ കൊടുത്തു. ദൈവം അവൾക്ക് സൗഖ്യം കൊടുത്തു. അവള് ആ കണ്ണ് നോർമൽ ലെവലിലെത്താൻ കർത്താവ് സഹായിച്ചു. ഒരു മെഡിസിനും അല്ല, എന്റെ കർത്താവ് അവളെ തൊട്ടതാ. അവളൊരു അത്ഭുത സാക്ഷിയുമാ. അവളെ കർത്താവ് തൊട്ട് അവൾക്ക് സൗഖ്യം കൊടുത്തു. അവളിപ്പോ നോർമൽ ലെവലിലെത്തി. അവളുടെ വിദ്യാഭ്യാസം രണ്ടുപേര് ഇവിടെ കൊണ്ടുവന്ന് വളരെ ഹിന്ദി മീഡിയത്തിൽ ഞങ്ങൾ ചേർത്തു. ഒന്നും അറിയത്തില്ല. അവിടെ നാട്ടിൽ ഇംഗ്ലീഷ് മീഡിയം, അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കും. ഇവിടെ ഹിന്ദി മീഡിയത്തിലായത് കാരണം ഇവർക്ക് ഇംഗ്ലീഷ് പറഞ്ഞാൽ ഇവിടെയുള്ള ഹിന്ദി മീഡിയം കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ അറിയത്തില്ല. എന്നും സ്കൂളിൽ നിന്ന് വരുമ്പോ എന്നോട് പറയും, ഞങ്ങൾ നാളെ പോകത്തില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കും. ദൂരന്നേ നോക്കും ഇവരുടെ മുഖഭാവം. അപ്പൊ അവിടുന്നേ എന്നെ കാണുമ്പോഴേ പറഞ്ഞോണ്ടാ വരുന്നത്, ഞങ്ങൾ നാളെ സ്കൂളിൽ പോകത്തില്ല. കാര്യം അവർക്ക് തിരിച്ചു വരുമ്പോൾ ടിഫിൻ ഇല്ല, അവരുടെ പെൻസിലില്ല, ബുക്കിൽ അവർക്ക് തിരിച്ചു ചോദിക്കാൻ അറിയില്ല. ഒത്തിരി അവർ ഭാരപ്പെട്ടു. പക്ഷെ കുഞ്ഞുങ്ങൾ രണ്ടുപേരും നല്ല മിടുക്കികളായി ആ സ്കൂളിൽ തന്നെ 10ാം ക്ലാസ് വിദ്യാഭ്യാസം പൂർത്തിയാക്കി. അതിനുശേഷം അവരൊക്കെ അവിടെ നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗേൾസ് കോളേജിൽ +1 +2 പഠിച്ചു. രണ്ടുപേരും കർത്താവ് നല്ല നിലയിൽ ഇതുവരെയും കൊണ്ടുവന്നു. നന്നായി എല്ലാ കാര്യത്തിലും കർത്താവിന്റെ സാന്നിധ്യം അവരോട് കൂടെ ഉണ്ടായിരുന്നു. സ്തോത്രം. അവരെ ഞങ്ങൾ എന്നും ഇപ്പോഴും അത് തന്നെ, എന്നും ഒരു വചനം എഴുതണം. അവരത് പപ്പായെ പറഞ്ഞു കേൾപ്പിക്കണം. എഴുതിയില്ലെങ്കിൽ 50 പ്രാവശ്യം 100 പ്രാവശ്യം അവർക്ക് എംപോസിഷൻ കൊടുക്കും. മൂത്ത മോള് ബികോമിനൊക്കെ പഠിക്കുന്ന സമയത്ത് അവൾ എംപോസിഷൻ എഴുതുമായിരുന്നു. എന്നിട്ട് പപ്പയോട് പറയും, പപ്പ ഞാൻ ഇനി അത് പഠിച്ചോളാം എന്ന് പറയും. എങ്കിലും വിട്ടുകൊടുക്കത്തില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ എപ്പോഴും അവരോട് പറയുന്ന ഒരു കാര്യം, ഞങ്ങൾക്ക് തരാനുള്ളത് കർത്താവിന്റെ വചനമാ. അത് അത് ഏറ്റെടുത്ത് അതിനെ മുറുകെ പിടിച്ചോണം. നിങ്ങൾ വിശ്വാസത്തോടെ കർത്താവിനോട് ചോദിച്ചോണം, മേടിച്ചോണം. ഞങ്ങൾക്ക് അതേ പറഞ്ഞു തരാനുള്ളൂ. അവരുടെ ജീവിതത്തിൽ ഒരു ചെറിയ കാര്യം മുതൽ അവരിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ വരെ അവര് തന്നെ കർത്താവിനോട് ചോദിച്ച് മേടിച്ച് അവരുടെ ഫീസ് അടയ്ക്കുന്നത് വരെ. ഇപ്പൊ BSc നഴ്സിങ്ങിനൊക്കെ അവൾ ഫീസ് അടയ്ക്കുന്നത് കർത്താവിന്റെ സന്നിധിയിൽ. എന്റെ ചെറിയ മോള് 15ാമത്തെ വയസ്സിൽ അവൾ കുഞ്ഞിലെ തൊട്ടേ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാൻ പ്രാർത്ഥിച്ച് അവളുടെ ഉപവാസത്തിന്റെ 3ാമത്തെ ദിവസമാണ് കർത്താവ് അവൾക്ക് വേണ്ടി BSc നഴ്സിങ്ങിന് പോകാനുള്ള വഴി തുറക്കുന്നത്. ഇന്ന് വരെ അവരുടെ ഒരു ഫീസ് പോലും ഇന്ന് വരെ മുടങ്ങിയിട്ടില്ല. അത് കർത്താവ് അതാത് സമയങ്ങളിൽ അവരുടെ കരങ്ങളിൽ കൊടുക്കുന്നു. എന്നിട്ട് എന്റെ മോള് ബികോം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു, അവളുടെ പപ്പയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, അവൾ പഠിച്ച സ്കൂളിൽ കുറച്ചെങ്കിലും ഒന്ന് പഠിപ്പിക്കണം, പാവപ്പെട്ട കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണമെന്ന്. അങ്ങനെ അവൾ ബികോം കഴിഞ്ഞു. ഇവിടെ നിൽക്കുന്ന സമയത്ത് ഒരു വർഷം പപ്പ പറഞ്ഞു, മോനെ നീ അപ്പൊ സ്കൂളിൽ ഒന്ന് ചോദിച്ചു നോക്ക്, ചിലപ്പോ നിനക്ക് പഠിപ്പിക്കാനുള്ളത്. അവളെ സ്കൂൾ പ്രിൻസിപ്പലിനെ വിളിച്ചപ്പോൾ വരാൻ പറഞ്ഞു. അങ്ങനെ അവൾ ഒരു 10 മാസം ആ സ്കൂളിൽ പഠിപ്പിച്ചിട്ടാണ് അവൾ ഇപ്പൊ PGക്ക് പോയത്. അങ്ങനെ ഒരു ഭാഗ്യം അവൾക്ക് കൊടുത്തു. അവൾക്ക് ടീച്ചിങ് ഫീൽഡ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കർത്താവിന്റെ കൃപയാൽ എന്റെ കുഞ്ഞുങ്ങൾ ഇതുവരെ എത്തുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. അവര് കർത്താവിന്റെ വേല ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അവരെത്ര പഠിച്ചാലും രണ്ടുപേരും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടണം. ഇപ്പോഴും കുഞ്ഞുങ്ങളുടെ ഇടയിൽ ആക്ഷൻ സോങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മൂത്തോള് ഇത് ചെയ്യുന്നുണ്ട്. അവൾക്ക് യൂത്തിന്റെ ഇടയിൽ വർക്ക് ചെയ്യണം എന്നാണ് വളരെ ആഗ്രഹം. 2 മക്കളും കർത്താവിന്റെ കൃപയാൽ കർത്താവിന്റെ വേലയ്ക്ക് ഞങ്ങൾക്ക് വളരെ മുതൽക്കൂട്ടാ. കാര്യം ഒരു പ്രയാസങ്ങൾ വന്നാലും രണ്ടുപേരും ഒറ്റ യൂണിഫോമിൽ അവര് 10ാം ക്ലാസ് പഠനം പൂർത്തിയാക്കി. അത്രയും വർഷം ഒറ്റ യൂണിഫോമില് ഒരു പരാതിയോ പരിഭവമോ ഒന്നും അവർ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. കാര്യം അവര് പറയുന്ന കർത്താവിന്റെ വേലയുടെ മഹത്വം അവർക്ക് മനസ്സിലാക്കാനായിട്ട് ഇടയായിത്തീർന്നു. കുഞ്ഞിലെ മുതൽ അവർ ആ കർത്താവിന്റെ വേലയുടെ മഹത്വം മനസ്സിലാക്കി വളരുവാനായിട്ട് ഇടയായിത്തീർന്നു. ഞങ്ങള് കർത്താവിന്റെ കൃപയാൽ ഇവിടെ സന്തോഷമായി കർത്താവിന് വേണ്ടി നിൽക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് കുഞ്ഞുങ്ങളെല്ലാം ഓക്കെ ആയ സമയത്ത് എന്റെ ശരീരത്തിന് പല വിധത്തിലുള്ള രോഗം കയറി പിടിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. കൊറോണയുടെ സമയത്ത് ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീടിന് തൊട്ടപ്പുറത്തെ വീട്ടില് അവിടെ ഒരു സ്കൂൾ പ്രിൻസിപ്പളാ. പുള്ളിക്കാരെ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ ഒന്ന് വരണം, ഞങ്ങളുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അത് കുഞ്ഞിന് എന്തോ ഒരു പനിയാന്ന് പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിച്ചു, കുഞ്ഞിന്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു, അവനെ കൈയൊക്കെ കൊടുത്തു, അവനെ ഒന്ന് തൊട്ട് തലോടിയൊക്കെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു മോന് പോസിറ്റീവാ എന്ന് പറഞ്ഞു. ഞങ്ങള് പെട്ടെന്ന് വന്നപ്പോ ഞങ്ങളുടെ അച്ഛനും മമ്മി ഇവിടെ ഉണ്ട്. മമ്മിയോടൊന്നും പറഞ്ഞ അവർക്ക് പേടിയാ. അപ്പൊ ഞങ്ങള് പെട്ടെന്ന് വന്നിട്ട് പോസിറ്റീവാന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്കൊരു ഭയം പോലെ വന്നു. പെട്ടെന്ന് ഞങ്ങൾ വന്ന് ഡ്രസ്സൊക്കെ മാറി അവിടെ അപ്പുറത്തെ റൂമിൽ തന്നെ ഞങ്ങൾ അങ്ങ് ഇത് ചെയ്തു.
അന്ന് രാത്രി തന്നെ 2 പേർക്ക് കോവിഡ് പിടിച്ചു. ഭയങ്കര മായ രീതിയിൽ എനിക്കാണെങ്കില് ശ്വാസം മുട്ടല് വളരെ പ്രയാസങ്ങളുണ്ടായി. ഞങ്ങളുടെ ജനലിൽ കൂടെ നോക്കുമ്പോ അവിടുത്തെ അമ്മ മരിച്ച ബോഡി കൊണ്ടുപോന്നു. എല്ലാ കാര്യങ്ങളും ചെയ്തു. പക്ഷേ ഞങ്ങളെ കർത്താവ് സൂക്ഷിച്ചു. ഇവിടെ വേറെ ആർക്കും വരാതെ മമ്മിക്ക് വന്നു. മമ്മി സീരിയസ് കണ്ടീഷനിലേക്ക് പോയി. പക്ഷേ അവിടെ ഒന്നും കർത്താവ് ഒരു മരണകരമായ അനുഭവങ്ങളിൽ കൂടെ പോയെങ്കിലും ഞങ്ങളെ കർത്താവ് ജീവിപ്പിച്ചു. അത് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് എന്റെ ശരീരത്തില് ഭയങ്കരമായ ബ്ലീഡിങ്ങിന്റേതായ പ്രയാസങ്ങളുണ്ടായി. ഒത്തിരി പ്രയാസങ്ങൾ. പെട്ടെന്ന് തന്നെ എന്നെ ഹോസ്പിറ്റലിൽ കാണിച്ചു. അപ്പം സ്കാനിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് യൂട്രസില് സിസ്റ്റ് അങ്ങനെ ഭയങ്കരമായ പ്രയാസങ്ങൾ. അത് ബയോപ്സിക്ക് വിടണം അങ്ങനെയൊക്കെയുള്ള ഇതിലായി. പെട്ടെന്ന് തന്നെ ഹിസ്റ്ററെക്ടമി ചെയ്യണം. ഇതൊക്കെ വന്നു. അങ്ങനെ ആ ഒരു അനുഭവം കഴിഞ്ഞു. അതും കഴിഞ്ഞ് അത് സർജറി ഒക്കെ കഴിഞ്ഞു. യൂട്രസ് ഒക്കെ റിമൂവ് ചെയ്തു. അങ്ങനെ അല്പം സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ എനിക്ക് വീണ്ടും ശരീരത്തിൽ രോഗം പിടിക്കാനായിട്ട് ഇടയായിത്തീർന്നു. പെട്ടെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് എപ്പോഴും വോമിറ്റ് ചെയ്യണം. എന്റെ യൂറിൻ എപ്പോഴും യെല്ലോ കളർ. അപ്പോൾ എനിക്കൊരു സംശയം, എനിക്ക് മഞ്ഞപ്പിത്തമാണോ എന്നൊരു സംശയം. കാരണം പോയി ടെസ്റ്റ് ഒക്കെ ചെയ്തു. അപ്പൊ ആ ടെസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ പോകുന്ന സമയത്ത് ഞങ്ങളുടെ കയ്യിൽ ഒരു 200 രൂപയേ ഉള്ളൂ. അപ്പം അന്ന് 100 രൂപ മതി ഈ ഇത് നോക്കാൻ, മഞ്ഞപ്പിത്തം നോക്കാനായിട്ട്. അപ്പൊ ആ ലാബുകാരൻ എന്നോട് ചോദിച്ചു, LFTയും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ചെയ്തോ, പൈസ ഞങ്ങള് റിപ്പോർട്ടിന് വരുമ്പോ പോരെ പൈസ എന്ന് ചോദിച്ചു. മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് റിപ്പോർട്ടിനായിട്ട് ചെന്ന സമയത്താണ് നമ്മുടെ LFT ടെസ്റ്റ് ചെയ്ത സമയത്ത് എന്റെ ലിവറിന് ഭയങ്കരമായ പ്രോബ്ലം. അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ഇനി ഇവിടെ നിൽക്കണ്ട, നിങ്ങൾ കേരളത്തിലേക്ക് പോക്കോ, പോയി നല്ലൊരു ഗ്യാസ്ട്രോയെ കാണണം. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് കേരളത്തിലേക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നമ്മുടെ ഒരു ദൈവവൈദ്യരായിരിക്കുന്ന ഒരു ഡോക്ടറുണ്ട്. ആ ഡോക്ടർ ഒരു കൂട്ടുകാരൻ ഞങ്ങൾക്ക് ഇത് ചെയ്തു തന്നു. അവിടെ ചെന്ന് നല്ലൊരു ഡോക്ടറെ കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പം ഈ ഡോക്ടർ എന്നെ നോക്കി കാര്യങ്ങളൊക്കെ നോക്കി സ്കാനിങ് ഒക്കെ ചെയ്തു. അപ്പൊ പറഞ്ഞു, നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും വരാൻ തോന്നിയല്ലോ, നിങ്ങളുടെ ലിവറിന്റെ ഫങ്ഷൻസ് ഒക്കെ 4th സ്റ്റേജിലേക്ക് പോയി. അന്നേരത്തേന് എനിക്ക് ഭയങ്കരമായ പ്രയാസങ്ങൾ ഞാൻ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അതിനൊന്നും ഒരു വില കൽപ്പിച്ചില്ല. നമുക്കറിയില്ലായിരുന്നു ഇങ്ങനെ എത്ര സീരിയസ് ഇതാണെന്നൊന്നും. അങ്ങ് ക്ഷീണം വന്നത് കൊണ്ട് മാത്രമാണ് ഹോസ്പിറ്റലിൽ പോയത്. അപ്പം എന്നിട്ട് ഡോക്ടർ തന്നെ പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, എല്ലാ മാസവും ഇങ്ങനെ ചെക്കപ്പിന് അങ്ങനെ ചെല്ലണം. ഒത്തിരി ടെസ്റ്റുകളൊക്കെ ചെയ്തു. ആ സമയത്തൊക്കെ എന്റെ കർത്താവ് നടത്തിയ വിധങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര അനുഭവങ്ങളിൽ കൂടിയാ. ഓരോ ടെസ്റ്റുകൾക്കൊക്കെ പോകുന്ന സമയത്ത് വലിയ തുകകളാ. അന്നേരം അതാത് സമയങ്ങളിൽ എന്റെ കർത്താവ് അതിനൊക്കെ വേണ്ടുന്ന വഴികളും എല്ലാം ദൈവം തുറന്നു തന്നു. ചില ടെസ്റ്റുകളെല്ലാം നോർമലാണ്, ചിലത് കൂടുതലാണ്. ഞങ്ങൾ ഒരു പ്രാവശ്യം ഒരു റിപ്പോർട്ടും കൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ നമ്മുടെ മാനുഷികമായി നോക്കുമ്പോൾ ഇതെല്ലാം നോർമല്. പക്ഷെ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇതൊന്നും നോർമൽ ആകാൻ പാടില്ല എന്ന്. അപ്പൊ ഞാൻ ഓർത്തു, ഇങ്ങനെയുണ്ട് ടെസ്റ്റുകളെന്ന്. എന്നിട്ട് ഡോക്ടർ ലാസ്റ്റ് പറഞ്ഞു, ബയോപ്സി ചെയ്യണം, ബയോപ്സിക്ക് പോകണം. അത് ഇച്ചിരി റിസ്ക്കാ. ലിവറിന്റെ ബയോപ്സി എന്ന് പറയുന്നത് റിസ്ക്കാ. ബ്ലീഡിങ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ തയ്യാറായി. എന്നെ അവിടെ നിർത്തിയിട്ട്, എന്റെ സഹോദരൻ അന്ന് കോഴിക്കോട് ശുശ്രൂഷയില. അപ്പൊ എന്നെ അവിടെ നിർത്തിയിട്ട് കുഞ്ഞുങ്ങളെ തനിച്ചിവിടെ ആക്കിയിട്ടാ പോയേക്കുന്നത്. കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ ക്രമീകരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് വരാം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഇങ്ങോട്ട് പോന്നു. ഞാന് അവിടെ തന്നെ നിന്നു. പെട്ടെന്ന് എന്റെ അന്തരാത്മാവ് വന്നു, ഇല്ല, ഞാൻ ബയോപ്സിക്ക് പോകത്തില്ല. ഞാൻ അച്ഛൻ ഇവിടെ വന്നു. അതിന്റെ പിറ്റേന്നത്തെ ട്രെയിൻ കയറി ഞാനും ഇവിടെ എത്തി. ഞാൻ പോയില്ല. പിന്നെ ഡോക്ടർ തന്നെ പറഞ്ഞു, നിങ്ങൾ അല്പം കൂടെ ഒന്ന് നോക്ക്, നിങ്ങളൊന്ന് എക്സസൈസ് ഒക്കെ അതൊക്കെ പറഞ്ഞ് പിന്നെ 3 മാസം കൂടുമ്പോൾ നമ്മുടെ ലിവറിന്റെ സ്കാൻ ചെയ്യണം. പിന്നെ ഓരോ മാസം LFT എല്ലാ ടെസ്റ്റുകളും ചെയ്യണം. ഇതെല്ലാം ചെയ്യണം. ഇതിനൊക്കെ ഭയങ്കരമായ സാമ്പത്തികമായ ആവശ്യമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രാവശ്യം എനിക്ക് തോന്നുന്നു 2 വർഷത്തോളം ഞാനിപ്പോ മെഡിസിൻ എടുക്കുന്നേ ഇല്ല. ഞാൻ പൂർണ്ണമായിട്ട് കർത്താവിന്റെ കയ്യിലങ്ങ് കൊടുത്തു. ഞാൻ ടെസ്റ്റിനും പോകുന്നില്ല, സ്കാനിങ് ചെയ്തിട്ടില്ല, ഒന്നുമില്ല. കർത്താവ് എന്നെ അത്ഭുതകരമായ രീതിയിൽ കൂടെ ഓരോ ദിവസവും നടത്തുന്നു. ഇപ്പോഴും ശരീരത്തിന് വളരെയധികം പ്രയാസങ്ങളുണ്ട്. ഇപ്പോഴും എനിക്ക് അധികം സംസാരിക്കുമ്പോൾ ചെസ്റ്റിന്റെ പെയിൻ വരും, അല്ലെങ്കിൽ എന്റെ തൊണ്ട ഉണങ്ങും, അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളുണ്ട്. പക്ഷെ കർത്താവ് ആ സന്ദർഭങ്ങളിലൊക്കെ ഇപ്പോഴും അതികഠിനമായ വേദനകൾ വരുമ്പോൾ കർത്താവ് എനിക്ക് വചനം തരും. ആ മെഡിസിനൊക്കെ എപ്പോ വിട്ടോ, ഞാൻ പൂർണ്ണമായിട്ട് എന്റെ കർത്താവിൽ ആശ്രയിക്കാൻ തുടങ്ങിയോ, അപ്പം മുതൽ എനിക്ക് ഭയങ്കര ദൈവിക സമാധാനമാണ്. കാര്യം ഞാൻ എന്റെ കർത്താവിനോട് പറയും, കർത്താവ് എന്റെ ഡോക്ടർ അങ്ങാ,
അപ്പം അങ്ങനെ തൊട്ടില്ലെങ്കിൽ ഞാൻ മെഡിസിൻ എടുക്കുന്നില്ല, ഞാനെപ്പോഴും രോഗിയാ. രോഗിയാന്നൊക്കെ പറയുമ്പോൾ എന്റെ കർത്താവിന്റെ നാമം ദുഷിക്കപ്പെടുമല്ലോ. ഇത് ഞാൻ എന്റെ കർത്താവിനോട് എപ്പോഴും ഇങ്ങനെ പറയും. അപ്പോൾ കർത്താവ് ഇങ്ങനെ എന്നോട് എപ്പോഴും എനിക്ക് വചനം തരും, അല്ലെങ്കിൽ പാട്ടുകളെ തരും, പാട്ടുകളെ പാടും. കർത്താവ് എന്നെ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 10 ആയപ്പോ പെട്ടെന്ന്, ഇവിടെ ആരുമില്ല, ഇതുപോലെ ഞാൻ തനിയാ, കുഞ്ഞ് സ്കൂളിൽ പോയി. ആ, പെട്ടെന്ന് എന്റെ ശരീരത്തിൽ, ഞാൻ അന്ന് രാവിലെ എന്റെ മോളോട് പറഞ്ഞു, നീ പോകുമ്പോ എന്നെ പൂട്ടിയിട്ടിട്ട് പോകും, ഞാൻ ഇതിനകത്ത് കിടന്നോളാം. അപ്പൊ അവളെന്നെ പൂട്ടി ചാവി എനിക്ക് ജനല് വഴി തന്നിട്ട് പോയി. പെട്ടെന്ന് എന്റെ ശരീരത്തിൽ എന്തൊക്കെയോ പ്രയാസങ്ങളായി. അത് ഞാൻ പെട്ടെന്ന് ഇവിടെയുള്ള ദേവദാസിന്റെ വൈഫിനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഒന്ന് വാ, എനിക്ക് പറ്റുന്നില്ല. കുഞ്ഞിനെ സ്കൂളിലേക്ക് വിളിച്ചു, നിങ്ങളൊന്ന് വാ, മോളിങ്ങി പോരെ എന്ന് പറഞ്ഞു. പെട്ടെന്ന് എനിക്ക് ഒരു ഉച്ച കഴിഞ്ഞപ്പോ തൊട്ട് എനിക്ക് വർത്താനം പറയാൻ വയ്യ. ഞാൻ ഇങ്ങനെ ഒരു ഞരങ്ങുന്ന ഒരു മൂളല് മാത്രമേ എനിക്ക് വരുന്നുള്ളൂ. ഒരു വൈകുന്നേരം ആയപ്പോഴത്തേക്ക് എനിക്ക് പനി കയറാൻ തുടങ്ങി. അപ്പൊ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, ഭക്ഷണം എല്ലാരും കഴിക്കുന്ന ഭക്ഷണം എനിക്ക് കഴിക്കത്തില്ല, ആൾക്കാർ കൂടുന്നിടത്ത് എനിക്ക് പോകാൻ പറ്റത്തില്ല, എവിടെ പോയാലും മാസ്ക് വെക്കണം, ലിവറിന് പ്രോബ്ലം ആയത് കാരണം ഇൻഫെക്ഷൻ പെട്ടെന്ന് എനിക്ക് എല്ലാ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ എനിക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാന് ഈ ഒരു ഇത് കാരണം എനിക്ക് പലപ്പോഴും കർത്താവിന്റെ ദാസനോടൊപ്പം എവിടെയും പോകാൻ കഴിയുന്നില്ല. ഉൾഗ്രാമങ്ങളിലൊക്കെ പോകുമ്പോൾ എപ്പോഴും ഞാൻ വീട്ടിൽ തന്നെയാ. എന്നിട്ടും ഞാൻ ഇടയ്ക്ക് എനിക്ക് പോയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ മധ്യപ്രദേശിന്റെ ഗ്രാമങ്ങളിൽ കൂടെ ഒത്തിരി ബൈക്ക് യാത്രകളൊക്കെ ചെയ്തു. അവിടെയൊന്നും ആ സന്ദർഭങ്ങളിലൊന്നും എനിക്ക് ഒരു ക്ഷീണവും ഒന്നും വരത്തില്ല. പക്ഷെ എനിക്ക് അവിടുത്തെ ഭക്ഷണം ഒക്കെ പിടിക്കാതായി, അവിടുത്തെ ചെറിയ വയറിനൊക്കെ പ്രയാസമായി. എന്നാലും കർത്താവ് അത്ഭുതകരമായി എന്നെ കൊണ്ടുവന്നു. അങ്ങനെ ഇരിക്കുമ്പോഴേക്ക് പെട്ടെന്ന് ഈ പനി കയറി പിടിച്ചു. 103, 104 ഡിഗ്രി വിടാതെ പനിയായി. അപ്പം ഇവിടെയുള്ള എല്ലാ ദൈവദാസന്മാരും അവരുടെ കുടുംബങ്ങളും എന്റെ ചുറ്റുമുണ്ട്. അന്ന് ഇതുപോലെ പാസ്റ്റർ നാട്ടിലാ. ഞാന് ഈ പനി വന്ന സമയത്ത് എല്ലാരും എന്നോട് പറഞ്ഞു, ഒരു പാരസെറ്റാമോൾ എടുക്കുക. ഇല്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ എന്റെ കർത്താവിൽ ആശ്രയിക്കുക. ഒരു തീരുമാനം ഞാൻ ദൈവസന്നിധിയിൽ എടുത്തത്, ഞാൻ അതിനെ തെറ്റിക്കാൻ ഞാൻ തയ്യാറല്ല. ഞാൻ മെഡിസിൻ എടുത്തില്ല. പെട്ടെന്ന് ഞാൻ പിച്ചും പേയും പറയാൻ തുടങ്ങി. എനിക്ക് ഭൂമിയിൽ വേറെ ഒന്നും, എനിക്ക് നേരത്തെയൊക്കെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എന്റെ കുഞ്ഞിനെ വിവാഹം കഴിച്ച് കാണണം, അവള് കർത്താവിന്റെ വേല ചെയ്യുന്നത് കാണണം എന്നൊക്കെ ആഗ്രഹം. പക്ഷെ ഇതെല്ലാം എന്നിൽ നിന്നങ്ങ് പോയി. അപ്പൊ എനിക്ക് ഒറ്റ ആഗ്രഹവും ഇല്ല. അപ്പൊ ഇവരെല്ലാം പറഞ്ഞു, നിനക്ക് സോനമോളെ വിവാഹം കഴിച്ച് വിടണ്ടായോ? ഞാൻ പറഞ്ഞില്ല, കർത്താവ് കുഞ്ഞിനെ തന്നെങ്കിൽ അവളുടെ വിവാഹം കർത്താവ് നോക്കിക്കോളും, നിങ്ങൾ ആരും എന്നെ പിടിച്ചു വെക്കരുത്, എന്നെ വിട്. ഇവരെല്ലാം പ്രാർത്ഥിക്കുക, ചുറ്റും നിന്ന് പ്രാർത്ഥിക്കുക. എനിക്ക് ഒരു പ്രയർ ലൈൻ ഉണ്ട്, സഹോദരി കുടുംബം. ആ കുടുംബത്തിനകത്തുള്ള സകലരും, ലോക രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ അതിലുണ്ട്. അതിനകത്ത് ആന്റിയൊക്കെ എന്നെ, അവിടെ രാത്രിയാ എങ്കിൽ പോലും എന്നെ എല്ലാവരും കൂടെ എന്നെ പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറായി. എന്റെ ജീവൻ എനിക്കറിയാം, ഞാൻ പോകാൻ റെഡിയായി നിൽക്കുക. എല്ലാവർക്കും മനസ്സിലായി, എന്റെ ലിവറെല്ലാം വീർത്തു, എന്റെ ശരീരം മുഴുവൻ വീർത്തു, മൊത്തം നീര് ബാധിച്ച് വല്ലാത്തൊരവസ്ഥ. ഞാൻ പറയുന്നത് മുഴുവൻ വേറെ കാര്യങ്ങൾ, അങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥയിൽ കൂടെ പോയി. എന്നോട് പറഞ്ഞു, നമുക്ക് മരുന്നൊന്നും എടുക്കണ്ട, ഹോസ്പിറ്റലിൽ ഒന്ന് പോകാൻ. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഹോസ്പിറ്റലിൽ വരത്തില്ല. അപ്പൊ പെട്ടെന്ന് എനിക്കൊരു ആഗ്രഹം വന്നു, എനിക്ക് അച്ഛനെ ഒന്ന് കാണണം. പെട്ടെന്ന് ഇവിടെയുള്ള ദേവദാസന്മാര് പാസ്റ്ററെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു, പെട്ടെന്ന് വന്നു കണ്ടപ്പോൾ വളരെ സീരിയസ് ആയ കണ്ടീഷനാണ്. ഞാൻ അന്നേരമൊക്കെ ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട്, എല്ലാവരും എന്നോട് പറയുന്നുണ്ട്, നിന്നെ ഞങ്ങൾ അങ്ങനെ വിടാൻ പറ്റുമോ, നീ ചെറുപ്പമല്ലേ, നിന്നെ അങ്ങനെ വിടാൻ പറ്റും? ഞാൻ പറഞ്ഞില്ല, എനിക്ക് സമയം, ഞാൻ പോണമെന്നുള്ള ഒറ്റ ഒരിതിൽ ഞാനിങ്ങനെ നിൽക്കുക. എന്റെ വീട്ടുകാര്, നാട്ടിലുള്ളവരാരും എനിക്ക് വിടില്ല. എല്ലാവരും ഭയങ്കരമായി വിഷമിക്കുന്നുണ്ട്. എല്ലാവരും എന്നെ ഫോൺ ചെയ്യുമ്പോഴൊക്കെ ഇവിടെ ഉള്ളവരാ എടുക്കുന്നത്, അവൾക്ക് സീരിയസ് അല്ലെങ്കിൽ പിന്നെ എന്താ നിങ്ങൾ ഇങ്ങനെ, എന്തുകൊണ്ടാ അളിയൻ പെട്ടെന്ന് വരാൻ പറയുന്നേ എന്നൊക്കെ ഇങ്ങനെ നാട്ടിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. എല്ലാവരും കരച്ചിലായ, ചുറ്റും നിൽക്കുന്നവർ മുഴുവൻ കരയുന്നു, കുഞ്ഞുങ്ങൾ കരയുന്നു. എല്ലാ തരത്തിലും എല്ലാം ഒരു ഭാരമാകുന്ന ഒരു അനുഭവത്തിലേക്ക് പോയി. പക്ഷെ അപ്പം എന്നോട് പ്രയർ ഗ്രൂപ്പിലുള്ള എല്ലാവരും കൂടി കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവ് എന്റെ വായിൽ കൂടെ വചനങ്ങൾ തരാൻ തുടങ്ങി. ഞാനാകുന്നു എന്ന് പറഞ്ഞു, ഞാനാകുന്നു, അവൻ അത്ഭുത മന്ത്രി, വീരനാ, ദൈവം, നിത്യപിതാവ്, അങ്ങനെ വചനങ്ങൾ ഇങ്ങനെ എന്റെ വായിൽ കൂടെ ഞാൻ ഉരുവിട്ടു. ആ വചനത്തിന് ശക്തിയാണ് എന്നെ ജീവിപ്പിച്ചത്. സ്തോത്രം. അനേക ദൈവമക്കൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ വചനം എന്നെ ക്രിയ ചെയ്യാൻ തുടങ്ങി. പാട്ടുകൾ എനിക്ക് തരാൻ തുടങ്ങി. കർത്താവ് എന്നെ കാഴ്ചകൾ കാണിക്കാൻ തുടങ്ങി. എന്നെ ആ കുശവന്റെ വീട്ടിലോട്ട് കൊണ്ടുപോയിട്ട് അനേക കാര്യങ്ങൾ, ആ കുശവൻ പണിയുന്നതും ആ കാര്യങ്ങളൊക്കെ എന്നെ കാണിക്കാൻ തുടങ്ങി.
അങ്ങനെ ഞാൻ എന്റെ ജീവൻ എനിക്ക് തിരിച്ചു കിട്ടി. ഞാൻ ഒരു മെഡിസിൻ അവരെന്നെ പനി കൂടാതിരിക്കാൻ എന്നെ രാവെളുക്കുവോളം ഇവരാരും ഉറങ്ങാതെ എന്നെ ശുശ്രൂഷിക്കുന്നുണ്ട്. എന്നെ തുടച്ച് എന്നെ തണുപ്പിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ ഞാൻ എന്റെ കർത്താവിനോട് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഒരു ദൈവദാസന്റെ ഒരു അനുഭവം ഞാനിങ്ങനെ കേട്ടു. ഇവിടെ ഇരുന്നോണ്ട് തന്നെ പാസ്റ്റർ പറയാ, ഒരു അങ്കിൾ ഇങ്ങനെ ഉറക്കം വന്നില്ലെങ്കിൽ ഇങ്ങനെ കാണും, ക്രൂശിനെ ധ്യാനിക്കും. ആ കർത്താവ് എനിക്ക് വേണ്ടി സഹിച്ച ആ കഷ്ടങ്ങള്, ആ വേദനകൾ, ആ ക്രൂശിനെ ഇങ്ങനെ ധ്യാനിക്കുമ്പോ തന്നെ അങ്ങ് ഉറങ്ങിപ്പോകുന്നൊരു അനുഭവം പറഞ്ഞു. അപ്പൊ ഞാനും വിചാരിച്ചു അതെന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇത് ചെയ്യത്തില്ല. ഞാനും ധ്യാനിക്കാൻ തുടങ്ങി എന്റെ കർത്താവിന്റെ ക്രൂശ്. കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചത്, ആ ക്രൂശിൽ കിടക്കുന്ന അനുഭവങ്ങളൊക്കെ ഞാൻ എന്റെ ഹൃദയത്തിനകത്തോട്ട് കൊണ്ടുവന്നു. ഞാൻ കസേരയിലിരുന്ന് അറിയാതെ ഞാൻ ഉറങ്ങിപ്പോ. അങ്ങനെ എനിക്ക് ഉറക്കമില്ല. ഇങ്ങനെ ഇറങ്ങി ഓടണം, എനിക്ക് ഛർദ്ദിക്കണം, ബാത്റൂമിൽ കയറി കസേരയിട്ട് അവിടെ ഇരിക്കണം. ഇപ്പൊ ഇവിടെ കിടക്കുമ്പോൾ അവിടെ പോണം. ഈ ദൈവദാസന്മാരുടെ കുടുംബങ്ങളെല്ലാം എന്റെ പിന്നാലെ ഇങ്ങനെ നിൽക്കുവാ. ഇരിക്കാനും വയ്യ, കിടക്കാനും എനിക്കിങ്ങനെ എപ്പോഴും ഇങ്ങനെ ആടി ആടി ഇങ്ങനെ ഇരിക്കണം. എന്റെ ശരീരത്തിന് ഒട്ടും എനിക്ക് പറ്റാത്തൊരനുഭവം. അപ്പോഴാണ് അനേക ദൈവമക്കൾ പ്രാർത്ഥിച്ചു എന്റെ ജീവൻ തിരിച്ചു മേടിച്ചു. ഇന്ന് ഞാൻ ദൈവത്തിന്റെ കൃപയാല് ആരോഗ്യവതിയായിട്ട് ഇരിക്കുന്നു. ശരീരത്തിന് വളരെ പ്രയാസങ്ങൾ ഇപ്പോഴും ഉണ്ട്. എനിക്ക് ഒത്തിരി നേരം ഇരിക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ ഒക്കെ വളരെ പ്രയാസമുണ്ട്. ഇങ്ങനെ ആ പനി വന്നതിന് ശേഷം ഇപ്പം വീണ്ടും വീണ്ടും പനിയുടേതായ അനുഭവങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ ആ പനിക്ക് ശേഷം എനിക്ക് ശരിക്കും നടുവേദന, അങ്ങനെയുള്ള ശാരീരികമായ പ്രയാസങ്ങളുണ്ട്. പക്ഷേ ഇതൊന്നും ഒരു വേദനയായിട്ട് ഞാൻ കാണുന്നില്ല. കാര്യം എന്റെ കർത്താവ് എനിക്ക് ഇതിന്റെ നടുവിൽ ഒരു ദൈവിക സമാധാനം തരുന്നുണ്ട്. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ എന്റെ അനുഭവങ്ങൾ എനിക്ക് ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഞാൻ ഈ കഷ്ടതയും കൂടെ പോയെങ്കിൽ മാത്രമേ ഈ കഷ്ടത്തിലിരിക്കുന്നവരെ എനിക്ക് താങ്ങാൻ പറ്റത്തുള്ളൂ എന്ന് കർത്താവ് എന്നെ പഠിപ്പിക്കാനായിട്ട് ഇടയായി തീർന്നു. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യം, അനേകർക്ക് വേണ്ടി ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറയാനായിട്ട്, നമ്മൾ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവെ ഞങ്ങളെ കാണി. പക്ഷെ എന്റെ ഉള്ളിൽ ഒരു ചോദ്യം വന്നു, ഏൽപ്പിച്ചു കൊടുക്കാതെ നീ എങ്ങനെ അത്ഭുതം കാണുന്നേ? ഏൽപ്പിച്ചു കൊടുക്കാതെ നീ എങ്ങനെ ദൈവത്തിന്റെ പ്രവൃത്തി കാണുന്നേ? പറയാനൊക്കെ എളുപ്പമാ. പക്ഷെ മെഡിസിൻ എടുക്കുന്നവരോട് ഇവിടെ എന്റെ കുഞ്ഞുങ്ങളെ എല്ലാവരും മെഡിസിൻ എടുക്കുന്നവരാ. പക്ഷെ അതിന് ഞാൻ എതിരല്ല. പക്ഷെ നമ്മള് കർത്താവിനെ അനുഭവിച്ചു കഴിഞ്ഞാൽ ഏത് പ്രതിസന്ധികളുടെ നടുവിൽ ഇറങ്ങി വരുന്നവനാ നമ്മുടെ കർത്താവ്. സ്തോത്രം. ആ ഒരു അനുഭവത്തിലേക്ക് എന്റെ കർത്താവിനെ കൊണ്ടുപോകാൻ ഇടയായി തീർന്നു. അത് അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമാ. എന്ന് വെച്ചാൽ എന്റെ ഏതവസ്ഥയിലും ഞാൻ എന്റെ കർത്താവിനെ എന്റെ കൂടെ നിർത്തും. ഞാൻ കർത്താവിനോട് പറയും, കർത്താവേ എനിക്കിങ്ങനെ പ്രയാസമാ, എന്റെ കൂടെ നീ നിൽക്കണം, എന്നെ നീ ഒറ്റയ്ക്കാക്കലില്ല. എന്റെ കർത്താവിനെ നമ്മളെ ഒറ്റയ്ക്കാക്കത്തില്ല. അപ്പൊ എന്റെ കർത്താവ് എനിക്ക് പാട്ടുകൾ തരും, എന്റെ കർത്താവ് എനിക്ക് വചനം തരും, എന്നെ ഉറപ്പിക്കും. എനിക്കിതുപോലെ തൈറോയിഡിന്റെ പ്രയാസമുണ്ട്. തൈറോയിഡിന്റെ മെഡിസിൻ ഞാൻ എടുത്തുകൊണ്ടിരുന്നതാ. അപ്പം ഒരു ദിവസം ഇതുപോലെ ഞാൻ രാവിലെ മെഡിസിൻ എടുക്കാനായിട്ട് ബോട്ടിൽ ഇങ്ങനെ തുറക്കുന്ന സമയത്ത് പെട്ടെന്ന് വചനം എന്റെ ഉള്ളിൽ വന്നു. ഈ മലയോട് നീങ്ങി കടലിൽ ചാടുക എന്ന് പറഞ്ഞാൽ അതങ്ങനെ സംഭവിക്കും. അപ്പൊ പെട്ടെന്ന് എന്റെ ഉള്ളിൽ വന്ന്, ഞാൻ പറഞ്ഞാലും അത് സംഭവിക്കുമല്ലോ, ഞാൻ എന്റെ അപ്പന്റെ മോളല്ലേ. ഞാൻ ആരോടും പറഞ്ഞില്ല. ഞാൻ ആ ബോട്ടിലെടുത്ത് വേസ്റ്റിൽ കൊണ്ടിട്ടു. ഞാൻ അതിനുശേഷം 6 പ്രാവശ്യം എന്റെ തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്തു. ലോകത്തിലെ വൈദ്യന്മാര് പറയും തൈറോയ്ഡ് നമ്മുടെ ശരീരത്തിൽ കയറിയ പിന്നെ മാറില്ല, മെഡിസിൻ എടുത്തേ പറ്റത്തുള്ളൂ. പക്ഷെ എന്റെ കർത്താവ് എനിക്ക് അതിന് സൗഖ്യം തന്നു. അത് ടെസ്റ്റ് ചെയ്തിട്ടൊന്നും ആ തൈറോയ്ഡ് എന്ന് പറഞ്ഞൊരു സാധനം എന്റെ ശരീരത്തിൽ ഇല്ല. അങ്ങനെ നമ്മുടെ കർത്താവ് എത്ര അത്ഭുതകരമായ രീതിയിൽ കൂടെ, എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, എന്റെ കർത്താവ് ഇന്ന് ജീവിക്കുന്ന ദൈവം, അത് ജീവിക്കുന്നത് നമ്മൾ അനുഭവിച്ചറിയുന്നവർക്കേ അത് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. അനേകരുടെ മുമ്പാകെ സാക്ഷിയായിട്ട് കർത്താവ് എന്നെ നിർത്തിയിരിക്കുമ്പോ ഞാനിത് പറയണമെങ്കിൽ ഞാൻ ഈ അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകണം. ആ ഒരു അനുഭവം എന്ന് വെച്ചാൽ ഞാൻ കർത്താവിനോട് പറയും, എന്റെ കൃപ നിനക്ക് മതി, അത് ബലഹീനതകളിൽ തികഞ്ഞു വരുന്നതാ. ആ അപ്പൊ ഞാൻ എന്റെ ശരീരം ബലഹീനമാകുമ്പോ ഞാൻ പറയും, കർത്താവേ നീ പറഞ്ഞിട്ടുണ്ട് ബലഹീനതകളിൽ തികഞ്ഞു വരുന്ന ഒരു ശക്തി ഉണ്ട്. ആ ശക്തി അതെന്റെ ശരീരത്തിലേക്ക് കടന്നു വരണം. ഞാൻ ഇങ്ങനെയൊക്കെ ഇത് ചെയ്യും, ഞാൻ ആരും അറിയത്തില്ല ഞാൻ എന്റെ കർത്താവിനോട്. എനിക്ക് ആൾക്കാരൊക്കെ നിൽക്കുന്ന സന്ദർഭങ്ങളൊക്കെ ചില സമയങ്ങളിലൊക്കെ നമുക്ക് തുറന്ന് ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ ആത്മാവിൽ ആരാധിക്കും അന്യഭാഷയിൽ കൂടെ. അപ്പൊ ആരും കേൾക്കില്ലല്ലോ ഞാൻ പറയുന്നത് എന്നാന്ന്. അന്യഭാഷയിൽ കൂടെ ഞാൻ എന്റെ കർത്താവിനോട് പറയും, കർത്താപ്പച്ചാ ഇങ്ങനെയാ എന്റെ കാര്യം. വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വരുമ്പോ അവരെ ശുശ്രൂഷിക്കണം ഒക്കെ ചെയ്യും. പക്ഷെ എനിക്ക് ഒറ്റ ജോലി എനിക്ക് അങ്ങനെ ചെയ്തുകൂടാ.
മറ്റു കാര്യങ്ങൾ. പക്ഷെ അനേകരെ ശുശ്രൂഷിപ്പാൻ കർത്താവ് എനിക്ക് കൃപ ചെയ്യുന്നുണ്ട്. ഈ ദിവസങ്ങളിലൊക്കെ അനേകർക്ക് വേണ്ടി ശുശ്രൂഷിപ്പാൻ, അനേകർക്ക് വെച്ച് വിളമ്പുവാൻ ദൈവം എനിക്ക് ആരോഗ്യം ബലം തരുന്നു. ഒരു ദിവസം പോലും കിടപ്പിലാകാതെ കർത്താവ് അത്ഭുതമായിട്ട് എന്നെ നടത്തുന്നു. ഇന്നലെയൊക്കെ ഞാൻ ഓർത്തു എനിക്ക് ഇരിക്കാൻ പറ്റുമോ. ഇന്നലെ രാത്രി ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛനെ എനിക്കൊരു പനിയുടെ ചെറിയൊരു ലക്ഷണമുണ്ട്, മൂക്കടപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് പറ്റുമോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ വളരെ എന്നിട്ട് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവിന് ഹിതമില്ല എങ്കിൽ എനിക്ക് ഈ സാക്ഷ്യം പറയാൻ പറ്റില്ല. ഞാൻ ഒത്തിരി ഇങ്ങനെ മനസ്സിൽ ഭയങ്കര ദുഃഖം വന്നു. എന്നിട്ട് ഞാൻ ആശ്വസിക്കും, ഇല്ല, എനിക്ക് ദൈവത്തിന് ഹിതമാണെങ്കിൽ അതിനുള്ള അവസരങ്ങൾ കർത്താവ് തരും. ഇങ്ങനെ ഞാൻ ആശ്വസിക്കാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ കർത്താവിന്റെ കൃപയാൽ എനിക്ക് ഇതിവിടെ വരെ എത്തുവാനായിട്ട് കർത്താവ് സഹായിച്ചു. ഇന്ന് കർത്താവിന്റെ വേല ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പാസ്റ്റർ ഒറീസയിലെ മിഷൻ ഫീൽഡിലാണ്. ഞാനിവിടെ തനിച്ച് ഇവിടെ സൺഡേയിലൊക്കെ ഇവിടുത്തെ വിശ്വാസികളുടെ കാര്യങ്ങളൊക്കെ നോക്കി ഞാനും ഇവിടെ ആയിരിക്കുന്നു. കുഞ്ഞ് സാറ്റർഡേ മോർണിംഗ് എത്തും. അങ്ങനെ കർത്താവിന്റെ കൃപയാല് എന്നെ കർത്താവ് സൗഖ്യമാക്കി ഓരോ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് ശാരീരികമായുള്ള പ്രയാസങ്ങളിൽ കൂടെ ഒക്കെ കടന്നു പോകുന്ന സന്ദർഭങ്ങളിലൊക്കെ എൻ്റെ ദൈവത്തിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കാനായിട്ട്, ആ രോഗക്കിടക്ക എന്ന് വെച്ചാൽ ഞാൻ മരണത്തോട് മല്ലടിക്കുന്ന സമയങ്ങളിലും എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു യുവതലമുറകൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണമെന്ന്. എൻ്റെ കുഞ്ഞുങ്ങളെ രണ്ടുപേരും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് എൻ്റെ കുഞ്ഞ് അവള് നേഴ്സിങ്ങിന് പോകുന്നതിന് മുമ്പേ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണം എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ കർത്താവ് ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു, മോള് ഉപവസിക്കണം, പ്രാർത്ഥിക്കണം. അത് അവനവന് വിശന്നാൽ മാത്രമേ വിശപ്പറിയുമ്പോൾ അവര് ഭക്ഷിച്ചെങ്കിൽ മാത്രമേ അവരുടെ ആ വിശപ്പ് അടങ്ങത്തുള്ളൂ എന്ന് ഞാൻ എൻ്റെ കുഞ്ഞിനോട് പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് മോള് കർത്താവിന് സന്നിധി കരയണം. അവള് ഉപവസിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ. ഒരു ദിവസം അങ്ങനെ ഉപവസിച്ചിട്ടൊന്നും അവൾക്ക് ഇത് കിട്ടിയില്ല. ഒരു ദിവസം വൈകിട്ട് രാത്രി ഒരു 9 മണി, ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞതിന് ശേഷം കുഞ്ഞിങ്ങനെ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുക. അവൾക്ക് 15 വയസ്സ് കഴിഞ്ഞു. അന്നേരം പ്രാർത്ഥിച്ച് അവൾ കരയാൻ തുടങ്ങി. വന്യഭാഷ അവൾക്ക് അറിയത്തില്ല, അവൾക്ക് കൺട്രോൾ ചെയ്യാൻ ഞങ്ങൾ ആരും അടുത്തോട്ട് പോയില്ല. ഞാൻ നോക്കുമ്പോൾ ഇവള് പല ഭാഷകളിൽ കൂടെ കർത്താവിനോട് ഇങ്ങനെ സംസാരിക്കുക. ഇംഗ്ലീഷാണോ, ഹിന്ദിയാണോ, മലയാളത്തിലാണോ, പല ഭാഷകളിൽ കൂടി ഇവളിങ്ങനെ കർത്താവിനോട് സംസാരിക്കുക. ഭയങ്കര വായില് കരയുക. ഞാൻ പറഞ്ഞു, അച്ഛനെ കുഞ്ഞ് അഭിഷേകം പ്രാപിച്ചു, എനിക്കും അടക്കാൻ കഴിയുന്നു, എനിക്ക് പോകണം, എനിക്ക് അവളുടെ അടുത്തൊന്ന് ചെല്ലണം, അവളുടെ മേത്തൊന്ന് കൈവെക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ എന്നോട് പറഞ്ഞു, പോകരുത്, അവൾ അവിടെ ഇരിക്കട്ടെ, അവൾ കരയട്ടെ. അവള് മണിക്കൂറുകൾ അവിടെ ഇരുന്ന് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. അവൾ പരിശുദ്ധാത്മാവിനെ നിറയപ്പെടാനായിട്ട് ഇടയായി തന്നു. എന്തായാലും ഞാൻ അവളോട് പറഞ്ഞു ഒരു കാര്യം, മോളെ, അഭിഷേകം പ്രാപിച്ചില്ലെങ്കിൽ മറ്റുള്ള കുഞ്ഞുങ്ങളുടെ കൂടെ ഒക്കെ നിൽക്കണമെങ്കിൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചെങ്കിലേ മറ്റേത്തുള്ളൂ. കാര്യം പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാ നമുക്ക് ബോധം വരുന്നത്. പാവമൊക്കെ നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ അതിനെ തരണം ചെയ്യണമെങ്കിൽ നിനക്ക് പരിശുദ്ധാത്മാവിനെ വേണം. ഇങ്ങനെ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. ദൈവത്തിന്റെ കൃപയാൽ അവരത് പ്രാപിപ്പാനായിട്ട് ഇടയായിരുന്നു. ഞാൻ ഈ രോഗക്കിടക്കയിൽ കിടക്കുമ്പോഴും എൻ്റെ ഒറ്റ ആഗ്രഹം, യുവതലമുറകൾ പരിശുദ്ധാത്മാവിനെ അറിയണം. ഇവിടെ നിന്ന് സഹോദരങ്ങളുടെ കുഞ്ഞുങ്ങളോടൊക്കെ ഞാൻ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ അറിയണം. ഞാൻ പ്രാർത്ഥിക്കും കുഞ്ഞുങ്ങളൊക്കെ പരിശുദ്ധാത്മാവിനെ നിറയപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. അതെന്റെ ജീവിതത്തിൽ വലിയൊരു അനുഭവം. പക്ഷെ അവർക്കത് അനുഭവിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ കുഞ്ഞുങ്ങൾ അഭിഷേകം പ്രാപിച്ചു എന്ന് വളരെ സന്തോഷത്തോടെ ആ കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കുന്നു. അങ്ങനെ ദൈവത്തിന്റെ കൃപയാല് 2016 ഞങ്ങള് ജാർഖണ്ഡില് ട്രൈബൽ മിഷൻ എന്ന് പറഞ്ഞ സംഘടന വിട്ടു. അതിനുശേഷം ഞങ്ങള് ക്രൈസ്റ്റ് അംബാസഡേഴ്സ് മിഷൻ എന്ന് പറഞ്ഞ സംഘടന, അതിനകത്താണ് ഇപ്പൊ കർത്താവിന്റെ വേല ചെയ്യുന്നത്. ഇതിന്റെ പ്രവർത്തനങ്ങള് ദൈവത്തിന്റെ കൃപയാല് ജാർഖണ്ഡിലും മറ്റ് സ്റ്റേറ്റുകളിലും, മധ്യപ്രദേശ്, ഒറീസ, വെസ്റ്റ് ബംഗാൾ, ഇവിടെ എല്ലാം കർത്താവിന്റെ വേല, അവിടെ നമുക്ക് അനേക ദൈവദാസന്മാര് നമ്മളോടൊപ്പം ഉണ്ട്. അവരുടെ ഇടയിൽ പോയി കർത്താവിന്റെ വേല ചെയ്യുന്നു. പിന്നെ ജാർഖണ്ഡിലെ പ്രവർത്തനങ്ങൾ ദൈവത്തിന്റെ കൃപയാൽ അനുഗ്രഹമായി പോകുന്നു. ഇവിടെ ഞങ്ങൾക്ക് ചെറിയൊരു കൂട്ടായ്മയുണ്ട്. ഇവിടെ കടന്നു വരുന്ന ദൈവമക്കളും ദൈവത്തിന്റെ കൃപയാൽ ഇവരുടെ ഇടയിൽ, അവരുടെ ഗ്രാമങ്ങളിൽ പോയി കർത്താവിന്റെ വേല ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. വരുന്ന നാളുകളിൽ കർത്താവിന് വേണ്ടി ഇനിയും പ്രയോജനപ്പെടുവാൻ ഈ ജാർഖണ്ഡിൽ തന്നെ കർത്താവിന് വേണ്ടി അനേകരെ നേടുവാനായിട്ടാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ ദൈവത്തിന്റെ കൃപയാൽ ജാർഖണ്ഡിലെ പ്രവർത്തനങ്ങൾ വളരെ അനുഗ്രഹമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഞങ്ങൾക്കൊരു ചെറിയ കൂട്ടായ്മയുണ്ട്. പുതിയ ആൾക്കാരൊക്കെ കടന്നു വരുന്നുണ്ട്. അവരുടെയൊക്കെ നിലനിൽപ്പിനായിട്ടൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇവിടെ ദൈവത്തിന്റെ കൃപയാല് എന്ന് വെച്ചാൽ ഒത്തിരി ദൈവദാസന്മാർ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ്. അത് ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമാണ്. ഇവിടുത്തെ വേല എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ പോലും കിട്ടാത്ത ഒരു അനുഭവം നമ്മുടെ ജാർഖണ്ഡിലുണ്ട്. ജാർഖണ്ഡിനെ ഓർത്ത് ദൈവജനങ്ങൾ പ്രാർത്ഥിക്കുക. സ്തോത്രം. ഇത്രത്തോളം സമയം എനിക്ക് എൻ്റെ അനുഭവങ്ങളെ പങ്കുവെക്കാനായിട്ട് ഇങ്ങനെ ഒരു അവസരം തന്ന
കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഡാനിയൽ ജോണിനോടും എന്നെ ശ്രമിച്ചുകൊണ്ടിരുന്ന എൻ്റെ പ്രേക്ഷകരോടും അരോമ ടിവിയോടും ഉള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. സ്തോത്രം. കർത്താവ് എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. എന്നെ കേട്ടുകൊണ്ടിരുന്ന എൻ്റെ ഈ അരോമ ടിവിയെ ശ്രമിച്ചുകൊണ്ടിരുന്ന എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാനൊരു വാക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. സ്തോത്രം. പരിശുദ്ധ പിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. അപ്പാ, ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിൽ അടുത്ത് വരുന്ന കർത്താവേ, ഞങ്ങൾക്ക് ഏത് സമയത്തും ഓടി വരുവാൻ അങ്ങയുടെ പാദപീഠം ഉള്ളതിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ അനുഭവങ്ങളൊക്കെ ഞങ്ങൾ പങ്കുവെച്ചു. അനേകരുടെ അനുഭവങ്ങൾ ഞങ്ങൾ ഇതിൽ നിന്ന് കേട്ടു കർത്താവെ. അപ്പാ, ഇത് കേൾക്കുന്നവരുടെ ശ്രദ്ധയിൽ കർത്താവെ എന്റെ കർത്താവിനെ തിരിച്ചറിയുവാൻ, എന്റെ കർത്താവിനെ രുചിച്ചറിയുവാനുള്ള അവസരങ്ങളെ കർത്താവ് കൊടുക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവ് ഇന്നും ജീവിക്കുന്ന ദൈവമാണല്ലോ പിതാവ്. എല്ലാവർക്കായി സ്തോത്രം ചെയ്തു. പ്രത്യേകിച്ച് ഇത് ശ്രവിക്കുന്ന പ്രേക്ഷകർക്കായി സ്തോത്രം. ഇതിന്റെ ഉത്തരവാദിത്വം വഹിക്കുന്ന അങ്ങയുടെ ദാസനായി കുടുംബത്തിനായി സ്തോത്രം. കർത്താവെ, ഇതിന്റെ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം. കർത്താവ് ഇതിനെ അനുഗ്രഹിക്കണം. തിരുനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി കർത്താവെ നിൽപ്പാൻ കർത്താവ് സഹായിക്കണം. അങ്ങയുടെ നാമം മാത്രം മഹത്വം എടുക്കട്ടെ കർത്താവെ. അപ്പന്റെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവെ, അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം. താങ്ക് യു. താങ്ക് യു. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ ഷീബ സ്റ്റാൻലി വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. പ്രിയ ഷീബ സിസ്റ്റർ പറഞ്ഞ ഒരുപാട് അനുഭവങ്ങൾ എത്ര ശ്രേഷ്ഠകരമായ ആത്മീയ പൈതൃകം കാത്തു സൂക്ഷിക്കുവാൻ ദൈവം സഹായിച്ചു. അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കന്മാർക്ക് ജനിച്ച 4 മക്കളും കർത്തൃ ശുശ്രൂഷയിലായിരിക്കുന്നു എന്നുള്ളത് തന്നെ വലിയ അഭിമാനകരമായ ഒരു കാര്യമാണ്. അതിൽ പ്രിയ കർത്താവിൻ്റെ ദാസി കുടുംബമായി വയനാട്ടിൽ നിന്നും ആദിവാസികളുടെ ഇടയിലെ കർത്താവിന് ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ജാർഖണ്ഡിലേക്ക് വടക്കേന്ത്യയുടെ വിവിധ ഗ്രാമങ്ങൾ ശുശ്രൂഷയ്ക്കായി കടന്നു വരുവാനിടയായി തീർന്ന സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുകയുണ്ടായി. എത്രയോ ശ്രദ്ധേയമായ ഒരുപാട് അനുഭവങ്ങൾ നന്നേ ചെറുപ്പത്തിൽ തന്നെ ശുശ്രൂഷാമുഖത്ത് അഭിമുഖീകരിക്കുവാൻ അല്ലെങ്കിൽ വില കൊടുക്കുവാൻ ഇടയായി തീർന്നു. ജീവിതത്തിൽ നമ്മുടെ വിദ്യാസമ്പന്നരായ ജനങ്ങൾ പാർക്കുന്ന സംസ്കാരം നല്ല നിലയിൽ എല്ലാ നിലയിലും വച്ചു പുലർത്തുന്ന കേരളത്തിലെ ജനത്തിൻ്റെ ഇടയിലെ കാര്യങ്ങൾ പ്രാരംഭത്തിൽ പറഞ്ഞത് കേട്ടപ്പോൾ വളരെ സങ്കടം തോന്നി. വയനാട്ടിൽ ഇന്നും അല്ലെങ്കിൽ മലബാറിൻ്റെ പല മേഖലകളിലും ഇന്നും സുവിശേഷം എത്തിയിട്ടില്ലാത്ത എത്രയോ ഗ്രാമങ്ങൾ ശേഷിക്കുന്നു എന്നുള്ളത് സത്യമാണ്. സ്തോത്രം. മലയാളികളായ അല്ലെങ്കിൽ ദൈവമക്കളായ പാസ്റ്റർമാരായ പെന്തക്കോസ്തുകാരായ ജനത വിശ്വസിക്കുന്നത് കേരളം മുഴുവനും സുവിശേഷീകരിക്കപ്പെട്ടു എന്നാണ്. എന്നാൽ സത്യം കഴിഞ്ഞ ചില നാളുകൾക്ക് മുന്നമേ കേരളത്തിലെ 941 പഞ്ചായത്തുകൾക്ക് വേണ്ടി, മുനിസിപ്പാലിറ്റികൾക്ക് വേണ്ടി, താലൂക്കുകൾക്ക് വേണ്ടി, ജില്ലകൾക്ക് വേണ്ടിയും ഏതാണ്ട് 3 വർഷത്തിലധികമായി തുടർമാനമായി നടത്തിയതായ ഒരു പ്രാർത്ഥന ആണ് അതിനെ കോർഡിനേറ്റ് ചെയ്യുവാനിടയായി തീർന്നത്. ആ സമയത്ത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം പാറശാല വരെയുള്ള സകല പഞ്ചായത്തുകളിലൂടെയും കയറിയിറങ്ങി കാര്യങ്ങളെ നിരീക്ഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് കേരളത്തിൽ ഇന്നും 20% പഞ്ചായത്തുകളിൽ സുവിശേഷം എത്തിയിട്ട് പോലുമില്ല എന്നുള്ളതാണ്. ഏതാണ്ട് 40% പഞ്ചായത്തുകളിൽ യാതൊരു ആത്മീയ കൂടിവരവുകളും ഇല്ല എന്നുള്ളതാണ്. അത്രയേറെ റിമോട്ടായ ഏരിയകൾ നമ്മുടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. കൊല്ലം ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലും കോട്ടയം ജില്ലയിലും സുവിശേഷം എത്തിയിട്ടില്ലാത്ത അല്ലെങ്കിൽ ചർച്ചുകളില്ലാത്ത പഞ്ചായത്തുകൾ ഉണ്ട് എന്നുള്ളത് പറയുമ്പോൾ നമ്മുടെ കണ്ണുകളിൽ അത് ആശ്ചര്യമാകും. അങ്ങനെയെങ്കിൽ മലബാറിലുള്ളതായ അനുഭവങ്ങൾ എത്രയോ വ്യത്യസ്തമാണ്. അങ്ങനെയുള്ള ഒരിടത്ത് ആദിവാസി ഊരുകളിൽ ചില വർഷങ്ങൾ കർത്താവിൻ്റെ വേലയിൽ പ്രയോജനപ്പെടുവാൻ അവരിൽ ഒരാളെപ്പോലെ അവരുടെ ഇടയിൽ പാർത്തുകൊണ്ട്
കർത്താവിൻ്റെ ഉയർത്തുവാൻ പ്രിയ ഷീബാസസിനും കർത്താവിൻ്റെ ദാസൻ സ്റ്റാൻലി പാസ്റ്റർക്കും കുഞ്ഞുങ്ങൾക്കും ദൈവം കൃപ ചെയ്തല്ലോ. ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തതിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ ഭൂമിയിൽ അല്ലെങ്കിൽ പോലും നിത്യതയിൽ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് വലിയൊരു പ്രതിഫലം വച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. അവിടെ ഉണ്ടായ ഒരുപാട് അനുഭവങ്ങൾ കേട്ടപ്പോൾ ദൈവം എത്ര അത്ഭുതകരമായിട്ടാണ് നിങ്ങളെ അവിടെ വഴി നടത്തുവാൻ ഇടയായി തീർന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അതേ തുടർന്ന് അവിടെ ഉണ്ടായ എല്ലാ അനുകൂല സാഹചര്യങ്ങളും മാറ്റിവെച്ചിട്ട് ജാർഖണ്ഡിൽ കർത്തൃ ശുശ്രൂഷയ്ക്കായി കടന്നു വന്നു. അതിനെ തുടർന്ന് ജീവിതത്തിലും ശരീരത്തിലും ഒക്കെ ഉണ്ടായ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരുന്നു. എങ്കിലും അതിൻ്റെയും നടുവിൽ ദൈവം ഇന്ന് അത്ഭുതകരമായി സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ശക്തമായി കർത്താവിന് വേണ്ടി പ്രയോജനമുള്ളവരുമാക്കി നിർത്തിയിരിക്കുന്നു എന്ന് കേൾക്കാൻ കഴിഞ്ഞു. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ, ധാരാളമായി ഉപയോഗിക്കട്ടെ, കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ അവസരങ്ങളെ ഒരുക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ സാക്ഷ്യം അരോമ ടിവിയുടെ അനേക പ്രിയപ്പെട്ടവർക്ക് വലിയൊരു പ്രചോദനവും അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരുമെന്ന് തന്നെ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ഈ വാത്സല്യ കുടുംബത്തെ ഓർത്ത് പ്രേക്ഷകരെ പ്രാർത്ഥിക്കണം എന്നുകൂടി ഇത്തരണത്തിൽ ഓർപ്പിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നു, അല്ലാതെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയം പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലൂടെ ഞങ്ങൾ വിവരം അറിയിച്ചാൽ ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും എന്നുള്ള കാര്യം ഇത്തരണത്തിൽ ഓർപ്പിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ടു സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടിക്കാണും വരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.